കർത്താവിനെ മുഖത്തപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവമാണ്, സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവമാണ്. ഇന്ന് പകൽ അവനെ ആരാധിക്കുവാൻ വരുമ്പോൾ, കർത്താവിനെ ഉയർത്തുവാൻ വരുമ്പോൾ, എല്ലാ പ്രതിസന്ധികളും മറന്ന് എല്ലാ ഭാരങ്ങളും ഒന്ന് ഒതുക്കി വെച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. ഈ ആഴ്ച കർത്താവ് എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടോ? കർത്താവിനെ വിശ്വസിച്ചാൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം, അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. എന്ന് പകൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നതിന്റെ മധ്യത്തിൽ കർത്താവ് വചനത്തിൽ പറയുന്നത് ഇങ്ങനെ: ഞാൻ ചില അത്ഭുതമായി ചില ദേശത്തിൽ പ്രവർത്തിക്കുക, അത്ഭുതമായി ചിലരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, അത്ഭുതമായി ചില വ്യക്തികളുടെ നടുവിൽ കർത്താവ് പ്രവർത്തിക്കുക. ഇന്ന് പകൽ നമ്മളൊരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങ് മാത്രമാ എന്നും എന്റെ സർവവും. എത്ര പേർക്ക് പറയുവാൻ കഴിയും ഇന്ന് പകൽ കർത്താവല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആരും ഉണ്ടായിരിക്കരുത്? ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് നൽകി കഴിഞ്ഞാൽ ദൈവം ചില അത്ഭുതങ്ങൾ ചിലർക്ക് വേണ്ടി ചെയ്യുവാനിടയാകും. കർത്താവ് ചില അത്ഭുതങ്ങൾ ചിലർക്ക് വേണ്ടി ചെയ്യുവാൻ തുടങ്ങുക. കർത്താവ് ചില അത്ഭുതങ്ങൾ ചില കുടുംബത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുക. ഒരു വഴിയുമില്ല എന്ന് പറയുന്നതിന്റെ നടുവിൽ കർത്താവ് ഒരു വഴി, പുതിയ വഴി കർത്താവ് ചിലർക്ക് വേണ്ടി ഒരുക്കി തരാൻ പോകുകയാണ്. We thank you, Jesus. We thank you, Jesus. We thank you, Jesus. Hallelujah, hallelujah, hallelujah. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്: യേശുവേ സകല സൈന്യവും ആരാധിക്കും.
അങ്ങേക്ക് ആരാധന. എൻ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. എൻ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. എൻ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന പുരുഷനായ ക്രിസ്തുവിനകത്ത് തടകൊള്ളുന്നുണ്ട്. ക്രൂസിലേക്ക് നോക്കി പറയാട്ടെ, ദൈവസാന്നിധ്യത്തിനകത്ത് ചിലരോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ഒരു അത്ഭുതമാക്കി ചിലരെ മാറ്റാൻ സമയമെടുത്തു. അത്ഭുതമാക്കി മാറ്റാൻ കർത്താവിന് ആരാധന കൊടുക്കുമ്പോൾ കർത്താവിനറിയാം എന്ത് ചെയ്യണം, ആ വ്യക്തികൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ആ വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം. ഇന്ന് പകൽ ആരാധന നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം കർത്താവ് കൊണ്ടുവരും. നിങ്ങളുടെ ജീവിത ശൈലികൾക്ക് കർത്താവ് ചേഞ്ചസ് കൊണ്ടുവരും. പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പരിശുദ്ധ ആത്മാവായിരിക്കും.
പ്രതികൂലങ്ങളെ മാറ്റി നിർത്തുന്നത് ഒന്നുണ്ടെങ്കിൽ അത് ആരാധന മാത്രമാണ്. Praise the Lord. Hallelujah. ആരെങ്കിലും രോഗശൈലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടെ പറയാം, ഇന്ന് പകൽ കർത്താവിന് ആരാധന കൊടുത്തു കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുവാൻ തുടങ്ങും. നമ്മുടെ കൂടെ ഇരിക്കുന്നവര് ഏതെങ്കിലും രോഗത്താലാണോ ആയിരിക്കുന്നത്, പക്ഷെ നമുക്ക് അറിയത്തില്ല. എന്നാൽ ആരാധന, പുരുഷന് ആരാധന കൊടുത്തു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണോ കർത്താവ് പ്രവർത്തിക്കേണ്ടത് ആ മേഖല കർത്താവ് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങും. ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്, ഒരുമിച്ച് ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ പോകുക. എത്ര കർത്താവിന് ആരാധന കൊടുക്കുവാൻ തയ്യാറാണ്? Jesus, 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 Jesus. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടാം. പതറുകയില്ല ഞാൻ, പതറുകയില്ല. പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല. പ്രലോഭനം അനവധി വന്നിടിലും. കരങ്ങളെ അടിച്ച കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. എന്നോട് കൂടെയും എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. ലോകമാനവധി വന്നിടും കാറ്റിലും പോറ്റിടും നടത്തിടും അന്ത്യം വരെ കാറ്റിലും പോറ്റിടും നടത്തിടും അന്ത്യം വരെ. സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ രാജനെ തോൽപ്പിക്കപ്പെട്ടാൽ. സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ രാജനെ തോൽപ്പിക്കപ്പെട്ടാൽ. സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൈമാടി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൈമാടി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മലവധി വന്നിടും
ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും എൻ കാതൽ കാറ്റിടും എൻ പ്രിയ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ന് വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ന് വരെ ചെരുപ്പു പോട്ടിലെ വെള്ളം പറ്റിയാലും കഥയിൽ വരവ് ചെരുപ്പു തോട്ടിലെ വെള്ളം പറ്റിയാലും കഥയിൽ വരവ് സരകതൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും സരകതൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും പകരുകയില്ല ഞാൻ പകരുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും എൻ കാതൽ കാറ്റിടും എൻ പ്രിയ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ മണ്ണോട് മണ്ണകലർന്നു പോയാലും എൻ കഥനേശു കൈവിടില്ല മണ്ണോട് മണ്ണകലർന്നു പോയാലും എൻ കഥനേശു കൈവിടില്ല എന്നെ ഉയർപ്പിക്കും വിചാരികത്തോടെ കൈക്കൊള്ളുമേറെ പാപത്വത്തിൽ എന്നെ ഉയർപ്പിക്കും വിചാരികത്തോടെ കൈക്കൊള്ളുമേറെ പാപത്വത്തിൽ പകരുകയില്ല ഞാൻ പകരുകയില്ല ഞാൻ ദൂരമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ അനവധി വന്നിടിലും എൻ കാതൽ കാറ്റിടും എൻ പ്രിയ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എരിയും തീച്ചുള എതിരായെരിയാൽ ശത്രുക്കളെ പോരിക്കപ്പെട്ടാൽ എരിയും തീച്ചുള എതിരായെരിയാൽ ശത്രുക്കളെ തോൽവിക്കപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെട്ടിടാതെ പ്രിയൻ വിടുവിക്കും എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെട്ടിടാതെ പ്രിയൻ വിടുവിക്കും പകരുകയില്ല ഞാൻ പകരുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ പകരുകയില്ല ഞാൻ പകരുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൽ കാറ്റിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ
സ്നേഹത്തോടെ ആരാധന കൊടുക്കുവാൻ കഴിയുന്നവർ അതിനെ തുറന്ന് കർത്താവേ അങ്ങ് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. എന്റെ പ്രതികൂലങ്ങളെയും എന്റെ വിപത്തുകളെയും എല്ലാം അങ്ങ് തുടച്ചു നിർത്തിയതിനായി ആരാധന നിനക്ക് നൽകുകയാണ്. സർവശക്തിയുള്ള ദൈവത്തിന് ജീവിതത്തിലെ ചേഞ്ചസ് വരുത്താൻ തോന്നിയ ചില ചേഞ്ചസ് നേരെ വന്നപ്പോഴോ ഇന്ന് പകൽ വിട്ടുകൊടുക്കാതിരുന്നത് ആ ദൈവത്തിന്റെ മഹിമയായതുകൊണ്ട് എല്ലാ കണ്ണുകളും എടുത്ത് കർത്താവിനെ കൊണ്ടുപോക്കിയിട്ട് ക്രൂശിൽ ഒരു വ്യക്തി നമുക്ക് വേണ്ടി മരിച്ചു. സകല പാപത്തിനു വേണ്ടി, സകല ശാപങ്ങൾക്കും വേണ്ടി പരമയാഗമായ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ കഴിയുന്നവർ, ആരാധിക്കുവാൻ കഴിയുന്നവർ അവൻ മരിച്ചവനായിട്ടല്ല, ഇന്ന് നമ്മളോടുകൂടെ ജീവിക്കുന്ന ദൈവം, ഇന്ന് നമ്മളോടുകൂടെ ജീവിക്കുന്ന ദൈവം, ഇന്ന് നമ്മളോടുകൂടെ ജീവിക്കുന്ന ദൈവം.
ഇതിനകത്ത് ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, വാഗ്ദത്തത്തിന്റെ കാലതാമസം എന്നതുപോലെ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ അനവധി നാളായിട്ട് ജീവിതം മുൻപോട്ട് നയിക്കുകയാണെങ്കിൽ ആത്മാവ് പറയുക, വാഗ്ദത്തം ഇനി നിങ്ങളെ തേടി വരുന്ന ദിവസങ്ങളാണ്. വിശ്വസിക്കുന്നുണ്ട്. ഓ, ദുഷ്ടൻ മാറ്റി നിർത്തിയെന്നോ? കർത്താവ് പറയുക, എന്റെ സമയമാകുമ്പോൾ വാഴ്ചത്തിലേക്ക് കയറട്ടെ, ജനവാഴ്ചത്തിലേക്ക് കയറട്ടെ, ജനവാഴ്ചത്തിലേക്ക് സ്റ്റെപ്പ് വെക്കട്ടെ. ആ വാഴ്ചത്തെ ഒന്നുകൂടെ പുതുക്കി കയറട്ടെ. ഒരു സ്വപ്നം എന്നതുപോലെ, ഒരു വലിയ അടയാളം എന്നതുപോലെ ഈ ജനം വാഴ്ചത്തെ പ്രാപിക്കട്ടെ. പ്രാപിക്കുവാൻ ആത്മീയ കണ്ണുള്ളവർ ദർശനങ്ങളെ കാണും. ജീസസ് ജീസസ് ജീസസ്. പല പ്രതികൂലങ്ങളുമായതിനാൽ എനിക്ക് വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്നവരുണ്ട്. എന്റെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റും പ്രതികൂലങ്ങളും ഇരച്ചു കയറുന്നത് കൊണ്ട് എനിക്ക് വാഗ്ദത്തത്തെ കാണാൻ കഴിയുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. ഇന്ന് പകൽ ആത്മാവ് പറയുകയാ, അതിന്റെ നടുവിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ജീസസ് ജീസസ് ജീസസ്. ഇന്ന് പകൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യുവാൻ തുടങ്ങും. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് അത്ഭുതമാണെങ്കിൽ വിശ്വാസികൾ പറയും, ഞാൻ എന്റെ വാഗ്ദത്തം പ്രാപിച്ചെടുത്തതാണ്. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ല കർത്തനുണ്ട്, കൈവിടില്ല കർത്തനുണ്ട്. കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധുയനെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. സാധുയനെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. കൊടും കാറ്റും തിരമാലയും പടകിൽ ഒന്നാഞ്ഞടിക്കും. കൊടും കാറ്റും തിരമാലയും പടകിൽ ഒന്നാഞ്ഞടിക്കും. നേരത്തിന്റെ ചാരയുണ്ട്, നേരത്തിന്റെ ചാരയുണ്ട്. നാഥനെന്നും വല്ലഭനായി സാധുയനെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. സാധുയനെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീർ
കർത്തനെന്നെ കൈവിടില്ല, കർത്തനെന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധുയൻ എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടും. സാധുയൻ എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. കൂടെ സാധുയൻ എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. നമ്മുടെ ജീവിതത്തെ നോക്കി പറയുവാൻ കഴിയുമോ? സാധുയൻ എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുന്നു. ഒരിക്കൽ കൂടെ ചേർന്ന് സാധുയൻ എന്നെ കൈവിടാതെ. വന്നപ്പോഴും രോഗങ്ങൾ വന്നപ്പോഴും കടബാധ്യതകൾ വന്നപ്പോഴും നിങ്ങളെ കൈവിടാതെ നമ്മളെ ചേർത്ത് പിടിച്ചതാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയുവാൻ ഒരാഴ്ച വന്ന പ്രതികൂലങ്ങൾ നമുക്ക് വേണ്ടി ഒരാഴ്ച നീട്ടി തന്നതാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, വിപത്തുകൾ വരാഞ്ഞിട്ടല്ല, പ്രതിസന്ധികൾ നമ്മളെ മുക്കിക്കളയാഞ്ഞിട്ടല്ല, നമ്മളെ ചേർത്തു പിടിച്ച ഒരു ഉയരത്തിലെ കരം, നമ്മളെ മാറോട് ചേർക്കുന്ന ഉയരത്തിലെ ഒരു കരം ചിലർക്ക് തണലായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകലാ ദൈവത്തിന് സകല മഹത്വവും സകല ആരാധനയും യോഗ്യനായ ദൈവത്തിന് നമ്മുടെ ആദരത്തിൽ നിന്ന് നല്ല വാക്കുകൾ കർത്താവിലേക്ക് എത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവ് നടത്തുന്നതല്ലെന്ന് ഇതിന്റെ അകത്തിരിക്കുന്ന ആർക്കും പറയുവാൻ കഴിയത്തില്ല. കർത്താവ് നടത്തിയിട്ടില്ലെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. അനേകർ പട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് കാത്തില്ല എന്ന് പറയുവാൻ കഴിയത്തില്ല. കർത്താവ് കാത്തവരാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവര് നിങ്ങളൊന്ന് നോക്കിയാൽ വിപത്ത് വരാഞ്ഞിട്ടല്ല, കർത്താവ് കാത്തതാണ്. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ കർത്താവ് കാത്ത് പരിപാലിച്ചതോർത്ത് എല്ലാ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ കർത്താവ് നല്ലൊരു ആരാധന അങ്ങേ ഉയർത്തുവാൻ സർവശക്തിയുള്ള ദൈവത്തെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന വാചകങ്ങൾ പറയുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. Thank you Jesus, thank you Jesus, thank you Jesus. അഖിലാണ്ടത്തിലൂടെ സ്വർഗത്തിലെ നല്ല പിതാവേ, ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വരുന്നു. അന്ന് ഞങ്ങൾ സ്നേഹിച്ചതോർത്ത് കരയുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയുള്ളവരായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ചേഞ്ചസിന് കർത്താവ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും വായ്ത്തത്വങ്ങൾ നഷ്ടമായി പോയി, പിശാച് അവതരിഞ്ഞു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം മാറിപ്പോയി എന്നൊക്കെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ അങ്ങയുടെ സമയത്തിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തിന് ഞങ്ങൾ ആരാധന ഞങ്ങൾ കൈമാറുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങ് നിങ്ങളെ സഹായിക്കും. തുടർന്നുള്ള ശുശ്രൂഷകളെ അങ്ങ്
ടേക്ക് കെയർ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകളെ കേൾക്കും യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ ഒരു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 7-ാം മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയും കൂടെ 27-ാം തീയതി കർത്താവിനെ ആരാധിപ്പാൻ ആലയത്തിലേക്ക് വന്ന എല്ലാ ബഹുമാന്യ ദേവദാസന്മാർ, വിശേഷാൽ ജെയിംസ് പാസ്റ്റർ, യോശുവ ദേവദാസന്, വാവുമാത്തി പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന അച്ചായന്മാർ, ആന്റിമാര്, കുഞ്ഞുങ്ങള്, സുവിശേഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമ്മുടെ വഴിയാത്രകളിൽ, വാഹനയാത്രകളിലെല്ലാം ദൈവം നമ്മളെ പരിപാലിപ്പാനിടയായി. ചെറിയ ചെറിയ അപകടങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നു എങ്കിലും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എങ്കിലും ദൈവം അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിപ്പാനിടയായതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാഹനയാത്രകൾ, വഴിയാത്രകൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ദൈവം കരുതിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നു എങ്കിലും ദൈവം നമ്മെ കരുതിയതിനായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാണനെ വിട്ടുകൊടുക്കാതെ നമ്മളെ കരുതിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സൂക്ഷിക്കുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. പ്രാർത്ഥിക്കുക. നമുക്ക് അവരെ ഓർത്ത്, നമ്മുടെ ജെസ്സി അമ്മാമയൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. 127-ാമത്തെ സങ്കീർത്തനമാണ് ദൈവം നമുക്കിന്ന് നൽകിയിരിക്കുന്നത്. അതിന്റെ തലക്കെട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് രാജാവിന്റെ മകനാകുന്ന ശലോമോനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനമുള്ള ശലോമൻ അല്ലെങ്കിൽ സോളമൻ, ശലോമനെ പോലെ ജ്ഞാനമുള്ളവൻ ഇനി ജനിച്ചിട്ടും ഇനി ജനിക്കാനും പോകുന്നില്ലെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം വളരെ ജ്ഞാനമുള്ള ദൈവഭക്തനായിരുന്നു ശലോമൻ. എന്നാൽ 111-ാമത്തെ സങ്കീർത്തനത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന, അപ്പൊ നമുക്ക് അല്പം ജ്ഞാനം കുറവാണെങ്കിലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ശലോമോനെ പോലെ എത്തിയില്ലെങ്കിലും നമുക്ക് ആവശ്യമായ വിവേകവും ജ്ഞാനവും തന്ന് നമ്മളെ നടത്തുന്ന ദൈവ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ആദരിക്കട്ടെ. 127-ാമത്തെ സങ്കീർത്തനത്തിൽ ഓരോ വാക്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ തന്നെയാണ്. അവിടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് 3 അതിപ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. 1, ദൈവമാണ് ഭവനം പണിയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2, ദൈവമാണ് പട്ടണം കാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തെ പ്രധാനം നമുക്ക് കാണുന്നത് ദൈവമാണ് നമുക്ക് തലമുറയെ തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ല സ്തോത്രം ചെയ്താട്ടെ, ഒരു നല്ല സ്തോത്രം ചെയ്താട്ടെ. ഒരു ഭവനം പണിയുവാൻ അതിന്റെ ഉടമസ്ഥന് സമ്പത്തുണ്ട്, അതിന്റെ മേശരിമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ടെങ്കിലും വേദപുസ്തകം വിശ്വസിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ദൈവമക്കൾ പറയും യഹോവയാണ് ഭവനം പണിയതെന്ന്. അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ അങ്ങനെ വായിക്കുന്നത്. എഞ്ചിനീയറുണ്ട്, മേശരിമാര്, പല മേശരിമാരുമുണ്ട്, അതിന്റെ ഉടമസ്ഥനിൽ പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും വേദപുസ്തകം വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയും യഹോവ വീട് പണിയാതിരുന്നാൽ ഒന്നും നടക്കത്തില്ല. തമ്പുരാൻ നമുക്ക് വേണ്ടി ഭവനങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്, ആത്മീകമായും ഭൗതികമായും ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് ദൈവം മക്കൾ നൽകിയതിനായി സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ദേശവും നമ്മുടെ പട്ടണങ്ങളും ദൈവമാണ് കാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെയും
നമ്മുടെ സ്വത്തിന്റെ കാവൽക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവരങ്ങനെ നിൽക്കുമ്പോഴും വേദപുസ്തകം വിശ്വസിക്കുന്ന നമ്മൾ പറയും, നമ്മുടെ പട്ടണത്തിന്, നമ്മുടെ ദേശത്തിന്റെ കാവൽക്കാരൻ നമ്മുടെ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ നല്ലവണ്ണം ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അങ്ങനെ ആരാധിക്കുമ്പോൾ ചിലരൊക്കെ കരങ്ങൾ ഉയർത്തി ആരാധിക്കും, ചിലരൊക്കെ മൗനമായ ആത്മാവിൽ ആരാധിക്കും, ചിലരൊക്കെ കരങ്ങൾ അടിച്ച് ആരാധിക്കും. എല്ലാം ആരാധന തന്നെയാണ്. സ്തോത്രം. അത് അവരുടെ അവസ്ഥ അനുസരിച്ച് അവർ ആരാധിക്കും. ചിലർ മൗനമായി ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കും, ചിലർ കരങ്ങൾ തട്ടി ആരാധിക്കും, ചിലർ കരങ്ങൾ ഉയർത്തി ആരാധിക്കും. എല്ലാം ആരാധന തന്നെയാണ്. ഒരു നല്ല സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അത് അവരവരുടെ അവസ്ഥകളാണ്. അവരുടെ അവസ്ഥ അനുസരിച്ച് അവർ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആലയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇനിയുള്ള ചില മണിക്കൂറുകൾ നമ്മൾ കർത്താവിനെ വീണ്ടും സ്തുതിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുന്നതിനാൽ അത് കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ അത് പ്രസാദയാഗമായി തീരുവാൻ നമുക്ക് കർത്താവിനെ ആരാധിച്ചും സ്തോത്രം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രത്തിലും ടിവിയിലും കണ്ടതുപോലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ സമരത്തിന് ധീര പോരാളിയാകുന്ന VS അച്യുതാനന്ദൻ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ ടിവിയിൽ അത് കണ്ടത് ഇങ്ങനെയാണ്. കുറച്ച് കുഞ്ഞുങ്ങൾ, ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയാനിടയായി. ഞാനത് പറയാൻ കാരണം, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാകട്ടെ അദ്ദേഹം നല്ലൊരു അറിയപ്പെടുന്ന മഹാവ്യക്തിയായിരുന്നു. കുഞ്ഞുകുട്ടി ആബാലവൃത്തം, അവരുടെ പാർട്ടിക്കാർ അദ്ദേഹം അവരെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും അദ്ദേഹം ജീവിക്കുന്നു. VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, അദ്ദേഹം സമരത്തിന്റെ ധീര പോരാളിയാണ്. സമരങ്ങൾക്ക് വേണ്ടി ശക്തമായി സമരം ചെയ്ത ധീര പോരാളി തന്നെയാണ്. എന്നാൽ അദ്ദേഹം ആ സമരത്തിന് വേണ്ടി ധീര പോരാളിയായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് അതിനൊരു ചിന്ത പറയാനുണ്ട്. അച്യുതാനന്ദൻ സമരത്തിന്റെ ധീര പോരാളിയാണെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ കണ്ണുനീരോട് വളരെ ഈങ്കുല വിളിച്ചുവെങ്കിൽ വിശുദ്ധ ആരാധനയ്ക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ ധീര പോരാളി സമരധീര പോരാളിയാണെങ്കിൽ ഈ ലോകത്തിലെ സകല മനുഷ്യർക്കു വേണ്ടി മരിച്ച, പാപത്തിന് വേണ്ടി മരിച്ച ധീരനായ കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അച്യുതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പോലും സൃഷ്ടിച്ച ദൈവത്തിനെ ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതി. അദ്ദേഹം ഒരു മന്ത്രിയും കൂടെ ആയിരുന്നു കേട്ടോ. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ അത്ഭുത മന്ത്രിയാണ്. ഇദ്ദേഹം ഈ കേരളത്തിന്റെ മന്ത്രിയാണ്. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ഹല്ലേലൂയ യേശു ക്രിസ്തു അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാകയാൽ ആ കർത്താവിനെ ആരാധിപ്പാൻ ആലയത്തിലേക്ക് വിശുദ്ധ ദൈവസത്തിൽ കൊണ്ടുവന്ന മാതാവേ, പിതാവേ, ദൈവഭക്തനെ സന്തോഷത്തോടെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞോ, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ ചിലർ ആരാധിക്കാതിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഇവിടെ നമ്മളെല്ലാവരും ആരാധിക്കുന്നവരാണ്, നമ്മളെല്ലാവരും ആരാധിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ ചിലർ ആരാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞാലേ പറ്റൂ. അച്യുതാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പാൻ സോമന് കഴിയുന്നില്ലെങ്കിൽ ഒരു കൂട്ടം ഇതുപോലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ അവരവിടെ നിന്നുകൊണ്ട് ആവേശത്തോടെ വിളിക്കുമ്പോൾ അദ്ദേഹത്തെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് വലിയ രോഗമായി മാറും. സ്തോത്രം. ഇന്ന് പകൽക്കാലം അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഭവനം പണിയും. കർത്താവ് നമുക്ക് തലമുറകളെ തന്നു. കർത്താവ് നമ്മുടെ പട്ടണങ്ങളെ, നമ്മുടെ ദേശങ്ങളെ ഇതുവരെ പരിപാലിപ്പാൻ ഇടയായതുകൊണ്ട് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ച് വേഗത്തിൽ ഞാൻ ഇരുന്നു കൊള്ളാം. റോയ് പാസ്റ്റർ രാവിലെ വിളിച്ചിരുന്ന മറ്റൊരു സ്ഥലത്താണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ മിന്നൽ ജോസ് പാസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ അദ്ദേഹം അല്പസമയം ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ ദേവദാസന്മാരെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അദ്ദേഹം വരട്ടെ. അത് ഒരു അതിഥി വരുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. അദ്ദേഹം തന്നെ വരുന്നതല്ല, ഏത് ഭക്തന്മാര് അതിഥികളായി വന്നാലും നമുക്ക് സന്തോഷമാണ്. ഒരു സ്തോത്രം ചെയ്താട്ടെ. ഏത് ഭക്തൻ, കാരണം നമുക്ക് അത് അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാം, അവരുടേതായ വചനങ്ങൾ നമ്മൾ കേൾക്കുന്ന വലിയ അനുഗ്രഹം തന്നെയാണ്. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. അതിനേക്കാൾ അതിഥിയേക്കാൾ സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതിനകത്ത് വന്നതിനായി സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. പറഞ്ഞു വീട്ടിലെ ഭക്തനെത്തി. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന, നമ്മളും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ദേവദാസൻ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ നമുക്ക് 127-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നും ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. നമ്മൾ ഇന്ന് ചില നിമിഷങ്ങൾ കൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത യൗവനത്തിലെ മക്കൾ എന്ന ചിന്തയാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു നല്ല സ്തോത്രം ചെയ്താട്ടെ. യൗവനത്തിലെ മക്കൾ. യൗവന പ്രായം എന്ന് നമുക്കറിയാം, പ്രായ സമയം നമുക്കറിയാം. 18-20 ഉള്ള വയസ്സുകളാണ് ഏറ്റവും നല്ല പ്രായമാണത്. എന്ന് പറഞ്ഞാൽ വീടിനും നാടിനും നാട്ടുകാർക്കും സഭയ്ക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു നല്ല സമയമാണ് ഈ യൗവന പ്രായം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പ്രായത്തിൽ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു പ്രായമാണ്. ഞാൻ ഈ ചിന്ത അക്ഷരികമായിട്ടും ആത്മീകമായിട്ട് ചില നിമിഷങ്ങളോട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അക്ഷരികമായിട്ട് ഒരു വചനം ഞാൻ പറയാം. അക്ഷരികമായിട്ട് ഒരു വചനം പറഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു ആത്മീകമായ ചിന്ത തന്ന് ഞാൻ ഇരിക്കും. സ്തോത്രം. അപ്പോൾ യൗവന പ്രായം എന്ന് പറയുന്നത് നല്ല ഒരു പ്രായമാണ്. എന്തും ഏതും ചെയ്യുവാൻ അവരുടെ സ്വന്തം ഇഷ്ട വഴികൾ തീരുമാനിക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ യൗവന പ്രായം എന്ന് പറഞ്ഞാൽ. പിടിച്ചാൽ കിട്ടാത്തൊരു പ്രായം കൂടെയാണ്. അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു പ്രായം കൂടെയാണ് ഈ യൗവന പ്രായം എന്ന് പറഞ്ഞാൽ. യൗവന പ്രായത്തിലുള്ള ഇവിടെ ഒത്തിരി പേരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി, നിങ്ങളുടെ കുടുംബത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ഞാൻ കർത്താവിനെ ആശിക്കുകയും പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. അക്ഷരികമായി നമുക്കൊരു ഒറ്റ നിമിഷം കൊണ്ട് ഒരു 2 മിനിറ്റ് ചിന്തിച്ചിട്ട് നമുക്ക് ആത്മീയത്തിലേക്ക് കിടക്കാം. നമുക്ക് വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോ ഇന്ന് പകൽക്കാലം യവനക്കാരത്തികളെ നിങ്ങൾ നോക്കി ഒരു ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തിൽ, ഈ യവന പ്രായത്തിൽ നിങ്ങൾ കർത്താവിനെ, സൃഷ്ടാവിനെ ഓർക്കണം. എന്തെന്നാൽ ഓർക്കാതിരുന്നാൽ ചില ദുർഘടങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഇത് വല്ലാത്തൊരു അപകടം നിറഞ്ഞൊരു പ്രായമാണ് കേട്ടോ. ദുർഘടങ്ങൾ, അവിടെ എഴുതിയിട്ടുണ്ട്, ദുർഘടങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്ത് ആരാധിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ പലപ്പോഴും കേട്ടതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുവരെയും നമ്മോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പാസ്റ്റർമാരുടെ മക്കളൊക്കെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവമക്കളുടെ മക്കളൊക്കെ എല്ലാവരും ആത്മാർത്ഥതയോടെ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിനാൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പാസ്റ്റർമാരുടെ മക്കളും മറ്റ് വിശ്വാസ മക്കളൊക്കെ നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മുടെ ഈ ചർച്ചിനകത്തുള്ള കുഞ്ഞുങ്ങൾ ഇതുവരെ ആരാധനയിലും അവരുടെ മാതാപിതാക്കളുടെ ഒപ്പം ഒത്തൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. അതിന്റെ 11-ന്റെ 9-10 വാക്യം വായിച്ചോട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒറ്റ വാക്യം പറഞ്ഞാൽ ഇരിക്കുകയാണ്. ആ യൗവനക്കാരെത്തി, നീ സന്തോഷിച്ചോ? കുഴപ്പമൊന്നുമില്ല, നമുക്ക് സന്തോഷം വരും ഓട്ടോമാറ്റിക്കായിട്ട്. വായിച്ചോട്ടെ. ഇത് ആനന്ദിക്കുന്ന സമയമാണ് കേട്ടോ. ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. നിങ്ങൾക്ക് ആനന്ദിക്കേണ്ട ഒരു ടൈം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. വായിച്ചോ. നിനക്ക് ഇഷ്ടമുള്ള വഴികൾ. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ പ്രായം നമ്മൾ വല്ലാത്തൊരു അപകടം നിറഞ്ഞൊരു പ്രായം കൂടെയാണ്. കാരണം ഇതുവരെ അപ്പനോ അമ്മയൊക്കെ പറഞ്ഞാൽ അവരനുസരിക്കും. ഈ യൗവന പ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചില സ്വന്തം ഇഷ്ടങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രായം കൂടെയാണ്. അവിടെ നമ്മൾ വായിച്ച എങ്ങനെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും
നടക്കുന്ന ഒരു പ്രായം കൂടെയാണ്. വായിച്ചാട്ടെ. എന്നാൽ ഇവയൊക്കെ നിമിത്തം ആ ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ആ ആകയാൽ നിന്റെ ഹൃദയത്തിന്റെ വ്യസനം അകറ്റി ആ നിന്റെ ദേഹത്തിന്റെ തിന്മ നീക്കിക്കളക. അപ്പോൾ ഈ പ്രായത്തിൽ ഹൃദയത്തിൽ വേദനകളും വ്യസനങ്ങളും ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് ചിലർ പറയുമ്പോൾ അവർക്ക് ഭയങ്കര വേദന ഉണ്ടാകും. അതുമാത്രമല്ല ശരീരത്തിൽ തിന്മ ശരീരത്തിൽ വ്യാപരിക്കും, അവരുടെ ജഡത്തിൽ തിന്മ വ്യാപരിക്കും. അങ്ങനത്തെ ഒരു പ്രായമാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ രണ്ടു വാക്യം തന്നത്. സ്തോത്രം. അപ്പോ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, പ്രിയ യൗവനക്കാരത്തികളെ, അന്ത്യത്തോളം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മീയമായിട്ടാണ്. യൗവനക്കാരത്തെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. എന്നാൽ ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ആത്മാവിൽ ചിന്തിക്കാൻ പോകുന്നത് യൗവനക്കാരനെ കുറിച്ച് പറയുമ്പോൾ നിന്റെ യൗവനത്തെ കുറിച്ച് വായിക്കുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ വേഗത്തിൽ ഓടിപ്പോകുന്ന ഒരു പ്രായമാണ് യൗവന പ്രായം. ഇത് നമ്മൾ ചിന്തിക്കുന്ന ആത്മീകമാണ്. ഇവിടെ ഇരിക്കുന്ന, പുറകിലിരിക്കുന്ന മാതാക്കൾ, പിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ആവാലവൃത്തവും ഒരുപോലെ പറയുന്ന ഒരു പ്രായമാണ്. വേദപുസ്തകം പരിശുദ്ധ പറയാണ്, നമ്മളെല്ലാം യൗവനക്കാരാണ്. മനസ്സിലായില്ലല്ലേ? ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും കുഞ്ഞുകുട്ടി ആവാലവൃത്തം പ്രായപരിധി വ്യത്യാസമില്ലാതെ എല്ലാവരെയും തമ്പുരാൻ കണ്ടിരിക്കുന്നത് യൗവനക്കാരായിട്ടാണ്. ഒരു നല്ല സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ പ്രായമൊക്കെ 33.5 തിരുവയസ്സായിരിക്കുമെന്നാണ്. ഒരു നല്ല സ്തോത്രം ചെയ്താട്ടെ. അത് കർത്താവിന്റെ നല്ലൊരു പ്രായമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി ആവാലം മാതാപിതാക്കന്മാരെ എല്ലാവരെയും ആത്മീയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധം പറഞ്ഞിങ്ങനെയാണ്, നമ്മൾ യൗവനക്കാരാണ്. ഇവിടെ 5 വയസ്സും 10 വയസ്സും 20, 50, 60, 70 എല്ലാവരും കാണും. പക്ഷേ അത്രയും പ്രായമുണ്ടെങ്കിലും ഈ വേദപുസ്തകം നിങ്ങളെ നോക്കി പറയുന്നു, എന്നെ നോക്കി പറയുന്നത് യൗവന പ്രായക്കാരനായിട്ടാണ്. ഒരു നല്ല സ്തോത്രം ദൈവത്തിന് കൊടുത്താട്ടെ. നല്ല സ്തോത്രം കൊടുത്താട്ടെ ദൈവത്തിന്. നമ്മളെ എല്ലാവരെയും യൗവന പ്രായത്തിൽ കുഞ്ഞുകുട്ടി മാതാപിതാക്കന്മാരെ എല്ലാവരെയും തമ്പുരാൻ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് യൗവനക്കാരനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ യൗവന പ്രായത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും ഓടുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന നല്ല പ്രായമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല പ്രായമുള്ളവരുണ്ട്, അവരെ നോക്കി. അത് നിങ്ങളുടെ ജഡിക പ്രായമാണ്. ഇവിടെ നല്ല പ്രായമുള്ള അമ്മച്ചിമാരുണ്ട്, പ്രായമില്ലാത്തതുണ്ട്. പക്ഷേ എല്ലാവരെയും ആഗോളമായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവ് പറയുന്നത്, വചനം പറയുന്നത് ഇങ്ങനെയാണ്, യൗവനക്കാരനായി യൗവനക്കാരത്തിയായി തമ്പുരാൻ നമ്മളെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് നിന്റെ ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നതാണ്, അമ്പ് അല്ലെങ്കിൽ അസ്ത്രം പോലെ നിന്റെ യൗവനം യാത്ര ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ. ഈ അസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പിനെ കാണിക്കുകയാണ്. ഇന്നു പകൽക്കാലം ഈ യൗവന പ്രായത്തിൽ നിൽക്കുന്ന സഭാ ദൈവജനമേ, ഒന്നും കൂടെ പറയുന്നു, ആവർത്തന വിരസത വരണ്ട. ആത്മീയത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യൗവനക്കാരെ കുറിച്ച് വേദപുസ്തകം പറയുന്ന അത് അക്ഷരീകമായിട്ടാണ്. എന്നാൽ 2-ാമത്തെ ആത്മീയ ചിന്ത എന്ന് പറഞ്ഞാൽ പ്രായപരിധി ഇല്ലാതെ എല്ലാവരെയും തമ്പുരാൻ യൗവനക്കാരായി യൗവനക്കാരത്തികളായി കണ്ടിരിക്കുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വീരന്റെ കയ്യിലെ അസ്ത്രം. അസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പിനെ കാണിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു അമ്പുണ്ട്, വേഗതയിൽ ഓടുന്ന ഒരു അമ്പുണ്ട്. പക്ഷേ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന അമ്പിനെ തകർക്കുവാൻ ഒരു ദുഷ്ടന്റെ കയ്യിൽ ഒരു അമ്പുണ്ട്. ആ അമ്പിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അപ്പോസ്തലനാകുന്ന പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദുഷ്ടന്റെ തീയമ്പുകൾ. ആ വാക്യം വായിച്ചാട്ടെ. 6-ാമത്തെ വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ
സകലത്തെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പി. സ്വത്രം മതി. ഈ വചനത്തിലേക്ക് ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന്റെ ആഴത്തിലേക്ക് ഇറക്കുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് ഇങ്ങനെയാണ്, നമുക്ക് ഒരു വീഡിയോ കണ്ടതാണ്, ഇങ്ങനെ ആരാധന നല്ലവണ്ണം ഉണ്ട്, പക്ഷേ വചനം അവിടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന ഈ വചനം, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം തമ്പുരാൻ തുറക്കട്ടെ. ഇവിടെ വായിക്കുകയാണ്, വീരന്റെ കയ്യില് അസ്ത്രം പോലെ ആണ് നമ്മൾ നിൽക്കുന്ന അമ്പ്. ഒരു സ്വതന്ത്രം ചെയ്യട്ടെ, നമ്മളെല്ലാവരും അമ്പാണ്. ഒരു സ്വതന്ത്രം ചെയ്താട്ടെ. എന്നാൽ നമ്മളെ തകർത്തു കളയുന്ന ഒരു ദുഷ്ടന്റെ തീ അമ്പുണ്ട്. ഒരു സ്വതന്ത്രം ചെയ്താട്ടെ. നമ്മളൊരു അമ്പാണ്, യൗവനത്തിൽ നിൽക്കുന്ന ഒരു അമ്പാണ് നമ്മൾ. പക്ഷേ നമ്മളെ തകർക്കുന്ന ദുഷ്ടന്റെ തീ അമ്പുകൾ. അപ്പോൾ തീ അമ്പുകൾ, തീയുള്ള അമ്പുകളുണ്ട്, വിഷം പുരട്ടിയ അമ്പുകളുണ്ട്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മീകത്തെയും കെടുത്തി നമ്മളെ തീർത്തു കളയുന്ന തീ പോലെ ഇറങ്ങി വരുന്ന ചില അമ്പുകൾ നമ്മുടെ മുമ്പിലേക്ക് ശീഘ്രം വരുമ്പോൾ നമ്മളും ഒരു അമ്പാണ്. പക്ഷേ ഇന്നു പകൽക്കാലം ആ അമ്പിനെ തകർത്തു കളയുന്ന, ഒടിച്ചു കളയുന്ന, കെടുത്തിക്കളയുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് പെരുമാറാകട്ടെ. നമ്മൾ അമ്പുകളാണ്, പക്ഷേ അമ്പിനെ തകർക്കുന്ന ദുഷ്ടന്റെ തീ അമ്പുകൾ, വിഷം പുരട്ടിയ അമ്പുകൾ വരുന്നുണ്ട്. നിന്റെ കൃഷി സമ്പത്തിനെ, നിന്റെ മൃഗസമ്പത്തിനെ, നിന്റെ പർവ്വജാതികളെ, നിന്റെ ശരീരത്തെ മുഴുവനെ കത്തിച്ചു കളയുന്ന ദുഷ്ടന്റെ തീ അമ്പ് വരുമ്പോൾ ഇന്ന് പകൽക്കാലം പറയുന്ന ദുഷ്ടന്റെ തീ അമ്പുകളെ കെടുത്തുന്ന വിശ്വാസം എന്ന പരിച, വിശ്വാസം എന്ന പരിധി കൊണ്ട് നമ്മളെ മൂടുന്നതിനായി സ്തോത്രം. വിശ്വാസം എന്ന പരിധി നിന്നെ തകർത്തു കളയുക, നിന്റെ ശരീരത്തെ തകർത്തു കളയുക, നിന്റെ കൃഷി സമ്പത്തിനെ തകർത്ത് കത്തിച്ചു കളയുന്ന ദുഷ്ടന്റെ തീ അമ്പ് വരുമ്പോ ഒരു പരിച എന്നതുപോലെ വചനത്തിനകത്തേക്ക് കയറുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ അമ്പുകളാണ്. എന്നാൽ നമ്മളെ തകർത്തു കളയുന്ന ദുഷ്ടന്റെ തീ അമ്പിനെ തകർക്കുന്ന ദൈവത്തിന്റെ പരിചയ എനിക്ക് ചുറ്റും പരിചയായി ദാവീദ് പറയുന്നത് പോലെ അതിനെ കെടുത്തിക്കളയുന്ന നിന്റെ ശരീരത്തെ കത്തിച്ചു കളയുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ, നിന്റെ കൃഷി സമ്പത്തിനെ തകർക്കുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ, അതിനെ തടഞ്ഞു നിർത്തുന്ന തീ അമ്പുകളെ കെടുത്തിക്കളയുന്ന, ഒഴിച്ചു കളയുന്ന വിശ്വാസത്തിന്റെ പരിചയക്കായി സ്തോത്രം. വചനം അതിനകത്തേക്ക് കയറട്ടെ. എഫ്രാത്ത ചർച്ചിലുള്ള ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ വചനകത്ത് കയറി ആരാധിക്കുന്നെങ്കിൽ നീ കത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ അമ്പുകളാ. യൗവനത്തിലെ മക്കൾ അമ്പുകളെ പോലെയാണ്. കുഞ്ഞുകുട്ടി ആവാലം പേരും നമ്മൾ യൗവനത്തിൽ നിൽക്കുന്നവരാണ്. എന്നാൽ നമ്മളെ കെടുത്തുന്ന ഒരു ദുഷ്ടന്റെ തീയമ്പ് വരുന്നുണ്ട്, അല്ലേ? എന്നാൽ അതിനെ കെടുത്തുന്ന വിശ്വാസമെന്ന പരിച നമ്മുടെ ആത്മീയത്തെയും ഭൗതികത്തെയും ചില ദുഷ്ടന്റെ തീ അമ്പുകൾ വന്ന് തകർക്കാം. എത്രയോ പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. നിന്റെ കൃഷി സമ്പത്തിനെ, നിന്റെ പർവ്വജാതികളെ, നിന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെ കത്തിച്ചു കളയുന്ന ചില ദുഷ്ടന്റെ തീ അമ്പുകൾ എത്രയോ പ്രാവശ്യം വന്നു. അപ്പോൾ തന്നെ മുട്ടുമടക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ പരിച അവിടെ ഇറങ്ങി വരുവാനിടയാണ്. ദൈവത്തിന്റെ പരിച ഇറങ്ങി വരുവാനിടയാണ്. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, നീ എനിക്ക് ചുറ്റും പരിചയമായി, എന്റെ മകത്വമായി, എന്റെ തല ഉയർത്തുന്നവനായി ദുഷ്ടന്റെ തീ അമ്പിനെ കെടുത്തുന്ന ഒരു പരിച ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകിയതിനായി സ്തോത്രം. എത്ര പ്രാവശ്യം വന്നു. ഇന്ന് ഞാൻ ഇത് പ്രബോധിക്കുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ. എത്ര പ്രാവശ്യം എന്നെ നിങ്ങളെ തകർക്കുവാൻ ദുഷ്ടന്റെ തീയമ്പ് വന്നു. അപ്പോഴൊക്കെ വിശ്വാസത്തിന്റെ പരിച നമ്മെ മൂടുവാനിടയായി. അതിനെ കെടുത്തിക്കളഞ്ഞു, അതിനെ അണച്ചുകളഞ്ഞു തമ്പുരാൻ. സ്തോത്രം. അപ്പോ 103 സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യമാക്കിയാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുങ്ങി വരണം. നിന്റെ യൗവനം, ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞുകുട്ടി ആവാലവൃത്തവും പിതാക്കന്മാരും യൗവനക്കാരാ.
ഒരു നല്ല സ്വതന്ത്രം ചെയ്താട്ടെ. അക്ഷരികമായ യൗവനക്കാരനെ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുകുട്ടി പിതാക്കന്മാർ മുഴുവനും യൗവനക്കാരാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് 100 വയസ്സാണെങ്കിലും നീ യൗവനക്കാരനാണ് പിതാവേ. 10 വയസ്സാണ് നീ യൗവനക്കാരനാണ്. അപ്പോൾ കഴുകനെ പോലെ 103:5 വായിക്കുന്നത് നീ കഴുകനെ പോലെ ഓടോ. കഴുകൻ നല്ലവണ്ണം ഓടിയതിനു ശേഷം ചില നാളുകൾ കഴിയുമ്പോ പാറയുടെ മുകളിൽ, വലിയ മരത്തിന്റെ മുകളിൽ ആ കഴുകൻ ചെന്നിരിക്കും. എന്തെന്നാൽ ഇനി പറക്കാൻ പറ്റത്തില്ല, തൂവലിന് പലതും പോയി. എന്ന് ബാക്കിയുള്ള തൂവലുകളോടെ ഈ കഴുകൻ തന്നെ കൊത്തി പറിച്ചു കളയും. ഇപ്പോൾ നോക്കുമ്പോ ഒരു മാംസ കഷ്ണം മാത്രമാണ്. ആ ദിവസങ്ങൾ കഴുകൻ ആഹാരം ഭക്ഷിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല. ചില മാസങ്ങൾ ഈ കഴുകൻ അതിനകത്തിരിക്കും. പ്രിയമുള്ളവരെ, കഴുകനെ കുറിച്ച് വേദപുസ്തകം പറയുന്നതാണ്, ഏറ്റവും വേഗത്തിൽ പറക്കുന്നവനാണ് കഴുകൻ. ഏറ്റവും ഉയരങ്ങളിൽ പറക്കുന്നവനാണ് കഴുകൻ. എത്ര ഉയരങ്ങളിൽ പറന്നാലും താഴേക്ക് പോകുന്ന തന്റെ ഇരയെ കാണുവാനുള്ള കണ്ണുള്ളവനാണ് കഴുകൻ. എന്നാൽ ഇപ്പോൾ ഈ കഴുകന് പറക്കാൻ പറ്റാതെ മാംസ പീസായി നിൽക്കുകയാണ്. ഒരു കോഴിയുടെ ഇറച്ചി പീസ് പോലെ നിൽക്കുകയാണ്. സ്തോത്രം. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോ, ചില മാസങ്ങൾ കഴിയുമ്പോ പുതിയ അരളിയ ചിറകുകൾ ഇതിന് വരുവാനിടയാകും. ഇന്നു പകൽക്കാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പറന്നു ഉയരുന്ന ഒരു ദിവസം പരിശുദ്ധാത്മാവിന്റെ തരും. ഇപ്പോൾ നീ മൗനമായിരിക്ക. ഇപ്പോൾ നീ വെള്ളം കുടിക്കാതെ, ആഹാരം ഭക്ഷിക്കാതെ ഉപവസിക്കുന്നുവെങ്കിൽ നിന്നെ കഴുകനെ പോലെ പറത്തുന്നൊരു ദിവസമുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് ആ ഹല്ലേലൂയ കഴുകനെ കുറിച്ച് ഒത്തിരി വേദവാക്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് ഒരു വാക്യം വായിച്ചാട്ടെ. 40 യെശയ്യാ പുസ്തകത്തിൽ 40:31 വാക്യം. യെശയ്യാ പുസ്തകം 40:31 വാക്യം. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കണ്ടോ, നിന്റെ യൗവനം കഴുകനെ പറഞ്ഞാൽ എത്ര വലിയ പറന്നാലും ഈ കഴുകന് ക്ഷീണം വരുത്തില്ല. ഏറ്റവും ഉയരങ്ങൾ പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഉയരം പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. നമുക്കറിയാം. ഈ കഴുകനോട് യൗവനക്കാരത്തികളാകുന്ന യൗവനക്കാരായി നമ്മൾ ഉപമിച്ചിരിക്കുകയാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ യൗവനം നീ കഴുകനെ പോലെ ചിറകടിച്ചു കയറും, നീ ശക്തിയോടെ നടക്കുവാനിടയാകുമെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ശക്തിയോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, നിങ്ങളിൽ യൗവന പ്രായത്തിൽ നിൽക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിന് പ്രായപരിധിയില്ല. 80 100 വയസ്സാകട്ടെ, പക്ഷെ പരിശുദ്ധനായ ദൈവം വേദപുസ്തകം പറയുന്നു, നിങ്ങൾ യൗവനക്കാരാണ്. സുവിശേഷത്തിന്റെ നീളാങ്കണത്തിൽ നിൽക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും യൗവനക്കാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖത്തിന് സൗന്ദര്യമുണ്ട്. ഉണ്ടോ? ഇന്നലെ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് എനിക്ക് സൗന്ദര്യമൊന്നുമില്ല. ഇന്നലെ പറഞ്ഞൊരാള്, ഞാൻ ബൈക്കിൽ വരികയാണ്, ഞാൻ അങ്ങനെ ഒരു സന്തോഷം വരട്ടെ. സ്വതന്ത്രം പാസ്റ്റൊക്കെ തമാശ ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ പാസ്റ്റർ ആഗ്രഹമാണ് ഇതൊക്കെ രസകരമായ കാര്യങ്ങൾ പറയാം. ബഹുമതി പാസ്റ്റൊക്കെ അതിന്റെ ഭയങ്കര കൃപ പ്രാപിച്ചു വരാം. അത് അതിന്റെ ഉപ്പിനെ രുചി വരുത്തി അങ്ങ് പറയും. അത് ഭയങ്കര ഇഷ്ടം നമുക്ക് കേൾക്കാൻ. സ്തോത്രം. അപ്പൊ ഞാനിവിടെ പറയാം, എനിക്ക് അത്രയും പറ്റത്തില്ല, അവരത്രയും കൃപയില്ല എനിക്ക്. എങ്കിലും പറയാം, ഞാൻ ബൈക്കിൽ വരികയാണ് ഇന്നലെ. അപ്പൊ നമ്മളെ കൂട്ടാളി സാറാമയുണ്ട്. അപ്പൊ ഞങ്ങളെ കാത്തൊരു പാസ്റ്ററുടെ ഭാര്യയും ഞങ്ങളെ കാത്ത് നിൽക്കുക. ഒരു സാധനം അവർക്ക് കൈമാറണം. അവരെങ്ങനെ ജംഗ്ഷൻ നിൽക്കുക. ഞങ്ങൾ വരികയാണ്. ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കാം. ഓക്കെ, അവിടെ നിൽക്കുക. ഞങ്ങൾക്ക് അത് ആ ഒരു വസ്തു അവർക്ക് കൊടുക്കണം, കൊടുത്തിട്ട് വേറെ സ്ഥലത്ത് പോകണം. അപ്പൊ വന്നപ്പോ ആ ദൈവദാസനും ദൈവദാസിക്കും എന്നെ മനസ്സിലായില്ല. പാസ്റ്ററെ, നിങ്ങളെന്ത് എനിക്ക് ഞാൻ വെച്ചതോ കോളേജ് കുട്ടികളാണെന്ന് എന്നെ കടന്നെ
50 വയസ്സ് കഴിഞ്ഞേ. എനിക്ക് പ്രായം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പിന്നെ മുടി നടക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വർഷങ്ങൾ ഞാൻ വെള്ള ഷർട്ട് ഇട്ടിട്ടുള്ളൂ. ഇടയ്ക്ക് ഒരു കളർ ഷർട്ട് ഇട്ട്. അപ്പോൾ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ബൈക്കിൽ പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി പറയുന്നു, അപ്പൊ മോൾ അവിടെ നിൽക്കുക, കൃപമോൾ അവിടെ നിൽക്കുക ട്യൂഷൻ കഴിഞ്ഞിട്ട്. അവർ വിടുന്നില്ല. കാരണം എന്നെ കണ്ടപ്പോൾ ഏതോ ഈ ഇപ്പോഴത്തെ സിസ്റ്റം ആണല്ലേ, ഇപ്പം ഈ നമ്മളെ കിഴക്കുപുറത്ത് ചെന്ന് സ്കൂൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെ സ്നേഹിക്കുന്ന കുറെ ആൺകുട്ടികൾ അവിടെ കാത്തു നിൽക്കാൻ, വണ്ടി കാത്ത് നിൽക്കാൻ വിളിച്ചോണ്ട്, അല്ല അപ്പനും അമ്മയും കാത്തു വിളിച്ചോണ്ട് വരുന്നത് പോലെ നമ്മൾ കാണുന്നതായിട്ടോ ദിവസം. അവരപ്പനും അമ്മയും വിളിച്ചോണ്ട് വരുന്ന പോലെ ചില ആൺകുട്ടികൾ അവിടെ ഫ്രണ്ട്സ് നിൽക്കുക. അപ്പൊ അവര് വിട്ടില്ല ആദ്യം. അപ്പൊ ഇത്രയും യൗവനം എങ്ങനെ വരുന്നു? സ്തോത്രം. എന്നേക്കാൾ സൗന്ദര്യമാണ് നിങ്ങൾ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. സ്തോത്രം. ഇത് എങ്ങനെ കിട്ടുന്നു പറഞ്ഞാൽ നിന്റെ അതിന്റെ പ്രാർത്ഥനയിലും ആരാധനയിലും ഉപവാസത്തിലും ദൈവഭക്തന്മാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ, ദൈവമക്കൾക്ക് വേണ്ടി ദേവദാസന്മാർക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ദശാംശങ്ങൾ കറക്റ്റായി കൊടുക്കുമ്പോൾ, കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിനക്കൊരു സൗന്ദര്യം ഉണ്ടാകും. ഇതാ ഹല്ലേലൂയ സൗന്ദര്യമുള്ള ഭക്തൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അദ്ദേഹം ഇനി പറയും. സ്തോത്രം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഞാൻ ഒരു പ്രത്യേക ക്രീമൊന്നും തേക്കത്തില്ല കേട്ടോ. പക്ഷേ ദൈവം തരുന്ന കൃപകൾക്കായി സ്തോത്രം. എന്നങ്ങനെയെന്ന് പറഞ്ഞാൽ നിന്റെ യൗവനം, വചനം 103:5, നിന്റെ യൗവനം കഴുകനെ പോലെ. നമ്മളെല്ലാരും ഞാൻ എനിക്ക് ഇവിടെ നോക്കുമ്പോഴേ നിങ്ങളെല്ലാം ഭയങ്കര സുന്ദരന്മാരും സുന്ദരിമാരും കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇതിന് ഈ ആരാധന കഴിയുമ്പോൾ മാറുമെന്തോ ഭയങ്കര സൗന്ദര്യം നിങ്ങളുടെ ദേഹത്ത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. വെറുതെ പറഞ്ഞതല്ല, അത് ഈ ആലയത്തിനകത്ത് വന്ന് കയറുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം കഴുകന്മാരെ പോലെ പറന്നുയരുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ ഈ യൗവന പ്രായത്തിൽ, ആത്മീയ യൗവന പ്രായത്തിൽ, പ്രായം വിഷയമല്ല. കാലേബ് പറഞ്ഞു എനിക്ക് 80 വയസ്സുണ്ട്, ഇനി ഞാൻ മലകളെ വെട്ടി പിടിക്കും എന്ന് പറഞ്ഞ ദൈവജനത്തിനായി സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. 127-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യം, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. നമ്മളെല്ലാം ഒരു 33.5 തിരുവയസ്സുള്ളവർ കർത്താവിന്റെ തുടി രക്തം കൊടുത്ത് നമ്മൾ വിലക്ക് വാങ്ങി. സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ 33.5 തിരുവയസ്സായിരിക്കും പ്രിയമുള്ളവരെ. നമുക്ക് പ്രായം ഒത്തിരി കാണുമായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രായം വിഷയമല്ല. ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി യൗവനത്വം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ ഞങ്ങളെ ഓരോ ദിവസവും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ എണ്ണ ഞങ്ങളുടെ മേൽ പകരും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കു യോഗ്യനാം യേശുനാഥാ, വരുന്നു ഞാൻ നിൻ സന്നിധേ, പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥാ. സ്തുതിക്കു യോഗ്യനാം യേശുനാഥാ, വരുന്നു ഞാൻ നിൻ സന്നിധേ, പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥാ. യേശുവേ നീ മാത്രമെന്നു വാരാൻ, നിനക്കു തുല്യനായാരുമില്ല. സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായാരുമില്ല. കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുക എന്റെ യേശുനാഥാ. കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുക എന്റെ യേശുനാഥാ. ചൂളയിൻ മധ്യയായിടിലും, പത്മോസ് ദ്വീപിൽ ഞാൻ ഏകനായാലും ഈ ചൂളയിൻ മധ്യയായിടിലും,
കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും മാർവോട് ചേർത്തന്നെ അണച്ചിടും കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും മാർവോട് ചേർത്തന്നെ അണച്ചിടും യേശുവേ നീ മാത്രമെന്തെന്നും ആരാധ്യ നിനക്കു തുല്യനായി ആരുമില്ല സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായി ആരുമില്ല കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുക എന്റെ യേശുനാഥാ കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുക എന്റെ യേശുനാഥാ ത്രയോ വർണ്ണിച്ചിടാൻ എനിക്കാവുകില്ല നിൻ സ്നേഹത്തിന്റെ അഴമത്രയോ വർണ്ണിച്ചിടാൻ എനിക്കാവുകില്ല നടത്തിയ നിന്റെ വഴികളോർത്തന്ന എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും നടത്തിയ നിന്റെ വഴികളോർത്തന്നാൽ എങ്ങനെ ഞാൻ മറന്നിടും യേശുവേ നീ മാത്രമെന്തെന്നും ആരാധ്യ നിനക്കു തുല്യനായി ആരുമില്ല സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല യേശുവേ നീ മാത്രമെന്തെന്നും ആരാധന അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുക എന്റെ യേശുനാഥാ കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുക എന്റെ യേശുനാഥാ കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുക എന്റെ യേശുനാഥാ സ്തോത്രം പറഞ്ഞു. ഞാനൊരു ജാതീയ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. സ്തോത്രം. കർത്താവ് ഇത്രത്തോളം നിർത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം പറയുന്നു. ഇന്നിവിടെ അനുഗ്രഹത്തിന്റെ കലവറ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ യഹോവ വീട് പണിയണം. നമ്മുടെ ജീവിതത്തിൽ യഹോവ പണിഞ്ഞാൽ മാത്രമേ അനുഗ്രഹമുള്ളൂ. സ്തോത്രം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാന്ന് തോന്നുന്നു ഞായറാഴ്ച ഉച്ച ഞാൻ കുടുംബമായിട്ട് ഇവിടെ വന്നൊരു കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി അവര് കഴിഞ്ഞ ദിവസം സഭയിൽ നിന്ന് മാറിപ്പോയി. അതിന് മുമ്പേ വന്ന ഒരാളും സഭയിൽ നിന്ന് മാറി. മാറിയ കാരണം ഞാൻ പറയാം. സ്തോത്രം പറയാൻ ശ്രദ്ധിച്ചോളൂ. ഒരാൾക്ക് ഒരു അടിയന്തരത്തിന് പോകണമെന്ന് പറഞ്ഞു. എന്തോ അടിയന്തരം. ഞാൻ പറഞ്ഞ അടിയന്തരത്തിന് പോയിട്ട് ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ടങ്ങ് പോകണം. സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ കാര്യം സാധിക്കുക എന്ന് മാത്രമല്ല, ഉപരി നിത്യതയെ പോകാനും അനുഗ്രഹം പ്രാപിക്കാനും അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം വേണ്ട പോലെ അനുസരിച്ചേ മതിയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാ. സ്തോത്രം ചെയ്യാകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗം നമ്മളെ അനുഗ്രഹിക്കാൻ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇരിക്കുമ്പോ കർത്താവിനെ കാണിച്ചത് തൊട്ടപ്പുറത്ത് തന്നെ സഭയുടെ പടികളും വഴികളും കർത്താവ് തുറന്നു കഴിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കുക. അതിനായി വായിച്ചാൽ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഗുഡമനാറകൾ ഘടകസിയ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ 1 പത്രോസ് 1-ന്റെ 8-ാമത്തെ വാക്യം. ഗുഡമാനകൾ ഘടക ഷന്ധൂറിയ അവര് നിന്നെ കണ്ടിട്ടില്ലെങ്കിലും അടുത്ത് സ്നേഹിക്കുന്നു. അടുത്ത് ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ കാണാതെ എന്ത് ചെയ്യണമെന്നാ സ്തോത്രം പറയാത്ത എന്താ? നിങ്ങള് കാണാതെ വിശ്വസിക്കണം. സ്തോത്രം പറഞ്ഞു.
വിശ്വാസം മാത്രമല്ല കാണാൻ. അടുത്ത വായിച്ച മോനെ, അടുത്ത വായിച്ച മക്കളെ, അടുത്ത വായിച്ചോ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ വിശ്വാസം. സഹോദരൻ എന്നെ മുഖത്ത് നോക്കിയാട്ടെ. അന്ധമായി വിശ്വസിക്കുക. കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. ഇവിടെ ഇറങ്ങി പോകുന്നതിനും എപ്പോഴേ അന്ധമായി വിശ്വസിച്ച് കഴിയുമ്പോൾ ഒരു അത്ഭുതത്തിന്റെ കലവറ വെളിപ്പെടാൻ സമയമാണ്. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ് അന്ധമായി വിശ്വസിക്കുന്നത്. ഞാൻ പല കാര്യവും അങ്ങനെ വിശ്വസിക്കാറുണ്ട്. സ്തോത്രം ചെയ്യാകുന്നു. ഞാൻ വിശ്വസിക്കാൻ പോവാണ്. ഇവിടെ 1 കോടി ജനങ്ങൾ വരും. 100 കണക്കിന് വാഹനങ്ങൾ നിരത്തിയിടുന്ന ഗ്രൗണ്ട് ഞാൻ കാണുന്നു. ലക്ഷക്കണക്കിന് പേരെ റോയിച്ചാൻ സ്ഥാനപ്പെടുത്തുക ഞാൻ കാണുന്നു. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഇളയ മോക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചായിരുന്നു. സഭയായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഒരു പെൺകുഞ്ഞിനെ വീണ്ടും തന്നു. 4 കിലോ. അതിനെ പ്രത്യേക നന്ദി പറയുകയാണ്. സ്വതന്ത്രം ചെയ്യാകുന്നു. ഇപ്പൊ എനിക്ക് 5 കൊച്ചുമക്കളാണ്. 5 കൊച്ചുമക്കളും പെൺപിള്ളാരാണ്. സ്വതന്ത്രം ചെയ്യാകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പെൺപിള്ളാരെല്ലാം എല്ലാരും ദൈവം അനുഗ്രഹിക്കാൻ പോവാം. അന്ധമായി ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒരു മഹാത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കാൻ പോവാം. ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതത്തിന്റെ പ്രവർത്തികൾ, ഇതുവരെയും കാണാത്ത ഒരു മഹാപ്രവർത്തിയുടെ കരങ്ങൾ ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ചില വചനം ഞാൻ ഓടിച്ചോടിച്ച് പറയും. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൽ 22 മുതൽ താഴോട്ട് വേഗത്തിൽ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 22 മുതൽ. എല്ലാവരും പുസ്തകം എടുക്കണം കേട്ടോ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി. നിങ്ങൾ തന്നെ പറയണം. ഞങ്ങൾ ഇന്ന് വർദ്ധിച്ച് പെരുകാൻ പോവാം. വർദ്ധിക്കാത്ത തടസ്സങ്ങൾ ഇന്ന് മാറണം. ചിലർ പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന്. ഞാൻ പറയുന്നു പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടിയുണ്ട്. ഈ ഹോള് വിട്ടു പോകുന്നതിന് മുമ്പേ നിന്റെ വിഷയങ്ങൾക്ക് മറുപടിയാ. ദൈവം നല്ലവനല്ലേ? സ്വതന്ത്രം പറഞ്ഞാട്ടെ. ബഹുമാനപ്പെട്ട തങ്കച്ചാനിന്റെ കൈവൊക്കെ അത് തന്നെ സ്വതന്ത്രം ചെയ്യാകുന്നു. തങ്കച്ചാനാ ഞങ്ങളുടെ കിണർ വെട്ടിയത്. സ്വതന്ത്രം ചെയ്യാകുന്നു. സത്യത്തിൽ ആ ദേശത്തുള്ള സകല കിണറ്റിലെ വെള്ളവും പറ്റും. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം പറ്റത്തേ ഇല്ല. ആ സമയത്തൊക്കെ ഓർക്കുന്നത് തങ്കച്ചാനെ ഓർക്കുന്നത്. കാര്യം നല്ല മനസ്സോടുകൂടി ഇറങ്ങി വെട്ടിയത്. സ്വതന്ത്രം ചെയ്യണമേ. ഇത് നല്ല മനസ്സോടുകൂടെ വേണം പ്രാർത്ഥിക്കണ്ടേ. സ്വതന്ത്രം പറഞ്ഞോട്ടെ. ഞാൻ എന്റെ 16-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. സ്വതന്ത്രം പറഞ്ഞോട്ടെ. ഇപ്പൊ എന്റെ വയസ്സ് ഞാൻ പറയത്തില്ല. മുഖം വേണേ നോക്കി എടുത്തോണം. സ്വതന്ത്രം ചെയ്യാകുന്നു. 4 കൊച്ചുമക്കളുണ്ട് എനിക്ക്. സ്വതന്ത്രം ചെയ്യാകുന്നു. ഇന്ന് പകൽക്കാലം ദൈവം അവങ്കിലേക്ക് നോക്കിയാൽ മാത്രം മതി പ്രകാശരാകാൻ പോവാ. സ്വതന്ത്രം ചെയ്യാകുന്നു. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം തന്നെ ഓടിച്ചു വായിച്ചോ. വർദ്ധിച്ചു പെരുകി. അടുത്ത് സമുദ്രത്തിൽ വെള്ളത്തിൽ നിറവിൽ. ഇന്ന് പകൽക്കാലം നിറയാൻ പോവാ വെള്ളത്തിനകത്ത്. വെള്ളത്തെ കാണിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനകത്ത് നിറഞ്ഞ് പോന്നേനിപ്പുറം വർദ്ധിച്ചു പെരുകാൻ പോവാ. സാത്താന്റെ തലയെ തകർക്കുന്ന ഒരു പെരുപ്പം, ഒരു വലിയ അത്ഭുതം ഇവിടെ ചെയ്യാൻ പോകുന്ന ദൈവാത്മാവ്. സഭയുടെ പണി വേഗത്തിൽ തുടങ്ങാൻ പോകും. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ അത് പറയാൻ വേണ്ടി ഇന്ന് ഇവിടെ വന്ന് സ്തോത്രം ചെയ്യാകുന്നു. പക്ഷെ ഒറ്റ കാര്യം, ദൈവത്തെ വിട്ട് 1 ഇഞ്ച് പോലും നിങ്ങൾ മാറി നിൽക്കരുത്. ഞാൻ ഭൂമിയിൽ ആരെ വേണം മറക്കും, പക്ഷെ എനിക്ക് യേശുവിനെ മറക്കാൻ ഒക്കെയല്ല. സ്തോത്രം ചെയ്യാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞു. ഈ 57 വയസ്സായി. സ്തോത്രം ഞാൻ പറയുവാ. 57 ആയിട്ടും ഇന്ന് ഇതുവരെ നിൽക്കാൻ ഏക കാരണം ദൈവത്തെ സേവിച്ചുകൊണ്ടാണ്. സ്തോത്രം പറഞ്ഞു.
പൗലോസേ സ്തോത്രം പറയാനാ പറഞ്ഞേ. സ്തോത്രം ചെയ്യാകണം. വലിയ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്യാൻ സമയമായി. ദമാനകൾ ഘടക സംഭൂരിയ കപലകൾ ഘടക ഇതോടെ നിൽക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം എടുത്ത് 41-ാം അധ്യായം 52-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 52-ാമത്തെ വാക്യം എന്ന് വായിച്ചാലും. ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 52-ാമത്തെ വാക്യം വായിച്ചാലും. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിച്ചു എന്ന്. പറഞ്ഞേ, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന്. പറഞ്ഞേ, സങ്കടം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വർധനയുണ്ടെന്ന് സൈന്യങ്ങളുടെ യഹോവ ഈ പകൽക്കാലം ആലോചനയായി എന്റെ ജനത്തോട് എനിക്ക് പറയുവാനുണ്ട്. പറഞ്ഞു 2004-ലാണ് എന്നെ പേപ്പട്ടി കടിക്കുന്നത്. പത്തയില്ല. 2004-ൽ സ്വതന്ത്രം ചെയ്ത് കുടപ്പനക്കുന്നിൽ സാരവ സഭയിൽ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പോയതാ. ഞാൻ അറിഞ്ഞില്ല അവിടെ കൊണ്ടുവന്ന പയ്യന് പേപ്പട്ടി കടിച്ചതാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ തലേ കൈവച്ച് അവൻ വന്ന് എന്നെ ഇവിടെ കടിച്ചു. ഇഞ്ചക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ഏത് സമയത്ത് വിളകാം. ഞാനും ആമോസ് പാസ്റ്ററുടെ മദ്രാസിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ എനിക്കൊരു അസ്വസ്ഥയുണ്ടായി. എന്റെ മുഖം പട്ടിയുടെ മുഖം പോലെ ആയിപ്പോയി. ഇളകയില്ല. എനിക്ക് വേണ്ടി ഒരുവൻ കാൽവറിയിൽ വഴിവാതിലുകളെ തുറക്കേണ്ട സമയമാ. സങ്കടദേശത്ത് എവിടാ സങ്കടം വരുമ്പോ നിന്നെ അനുഗ്രഹിക്കാൻ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത സൈന്യങ്ങളെ എന്റെ ജനത്തോട് പറയുന്നു, ഒരു വാതിൽ തുറക്കാൻ സമയമായെന്നാണ്. ഈ വർഷം ഈ സഭയിൽ മരിച്ചവർ ഉയർത്തുന്ന ശുശ്രൂഷന്മാർ എഴുന്നേറ്റ് വരും. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്. ഗന്നസ് തടാകത്തിൽ ഒരാൾ വല കഴുകുകയാണ്. കുഴപ്പമുണ്ടോ? ഞാൻ വന്നേരം വല കഴുകുമ്പോൾ വല കഴുകിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി തുടങ്ങുക. വല കഴുകി വീട്ടിൽ പോകുന്ന ആത്മീയർത്ഥം പറയാൻ പോവാ. നീ വീട്ടിൽ പോകുന്നതിന് മുമ്പേ നിന്റെ വല നിറയണം. ആത്മീയർത്ഥം പറയാൻ പോവാണ്. നിത്യത പോകുന്നതിന് മുമ്പേ നിന്റെ കൊച്ചുമക്കൾ അനുഗ്രഹം പ്രാപിക്കണം. നിന്റെ സഭ അനുഗ്രഹം പ്രാപിക്കണം. നിന്റെ രോഗബന്ധങ്ങൾ അറിയണം. സ്വന്തം പറഞ്ഞാട്ടെ. പാസും പേര് പോയിന്റ് പറഞ്ഞു. പാസെ കണ്ട സൗന്ദര്യം ഉണ്ടെന്ന്. ഞാനും പറയാം, ചോക്ലേറ്റ് പോലെ ഇരിക്കുക. വയസ്സുകാരന്റെ മുഖത്തോട് നോക്കിക്കോണം. എന്റെ സാറിന്റെ മുഖത്ത് നോക്കി അനുഗ്രഹം പ്രാപിച്ച പോകാവുള്ളൂ. സ്വതന്ത്രം പറഞ്ഞോട്ടെ. ഒരു ചോദ്യം, വല കഴുകിയത് സത്യമാണ്. നിനക്ക് വള്ളമുണ്ട്, വലയുണ്ട്, പടകമുണ്ട്. നിന്റെ വീട്ടിലൊരു നെത്തോലി പോലുമില്ല. കരയുന്ന വിഷയങ്ങൾക്ക് ഒരു മറുപടി തരാൻ പോലെ ഒരു ദൂതനാണ്. കഴുകുന്ന പടകിക്കടി യേശു പറയുന്നു, നീ എന്റെ വാക്കിന് വലകിറക്ക്. ഈ സൺഡേ സർവീസിന് സൈന്യങ്ങളുടെ ദൈവം പറയുന്നു, നീ ദൈവത്തിന്റെ വാക്കിന് വലകിറക്ക. നാഥ, ഞാൻ അധ്വാനിയാണ്. തെളിയിക്കാം. ഞാൻ 7 ദിവസം ഉപവാസം ഇരുന്നു. എന്റെ കവളൊട്ടിയതേ ഉള്ളൂ. 21 ഇരുന്നു. പടക നിറഞ്ഞില്ല. അപ്പോഴൊരു കാര്യം പറയും. പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടിരിക്കുക.
ദൂതൻ ചെന്ന് അവനെ എന്ത് ചെയ്തു? പറഞ്ഞേ പ്ലീസ്, പറയൂ സാർ, പറഞ്ഞേട്ടെ. ദൂതൻ ചെന്ന് എന്ത് ചെയ്തു? അവനെ തട്ടി. അവൻ എന്ത് ചെയ്തു പാസ്റ്ററെ? പറഞ്ഞേട്ടെ. അവനെ തട്ടി, അവൻ ഞെട്ടി. അവനെ തട്ടി, അവൻ ഞെട്ടി, അവന്റെ കെട്ട് പൊട്ടി. പറഞ്ഞേട്ടെ. പത്രോസിനെ പോലെ ചിലരെ ദൈവം കണ്ടിട്ടുണ്ട് ഇവിടെ. അനുഗ്രഹം പ്രാപിച്ചവനാ പ്രസംഗിക്കുന്നത്. സ്തോത്രം ചെയ്യാകുന്നു. കർത്താവ് പറയുന്നു, ചില ആത്മീയ തേജസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റെടുത്തോണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു കാര്യം പറഞ്ഞു, കൂട്ടായ്മയ്ക്ക് വരാതിരിക്കുന്നു. ബാക്കി എല്ലാത്തിനും പോകും, ബാക്കിയെല്ലാം നമ്മൾ കാണും, എവിടെയും പോകും. പ്രാർത്ഥന നമ്മൾ മുടക്കും, അന്ന് നമ്മളെ വഴിയുമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. കഴിയുന്നിടത്തോളം കൂട്ടായ്മയ്ക്ക് പോയി അനുഗ്രഹം പ്രാപിച്ച ചില കുടുംബത്തിൽ അനുഗ്രഹമാണ്. സങ്കടദേശത്തെന്ന് വായിച്ച ഉൽപ്പത്തി വായിച്ചോ, ഓടിച്ചു വായിച്ചോട്ടോ. സങ്കടദേശത്തെ വായിച്ചാട്ടെ, വാക്യം വായിച്ചോ. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നെ എന്ത് ചെയ്യാൻ പോവാ? എന്നെ എന്ത് ചെയ്യാൻ പോവാ? ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. 100 മേരി എന്ത് ചെയ്തു? എല്ലാരും മുഖത്ത് സന്തോഷമായിരിക്കണം കേട്ടോ. ഇരിക്കുന്ന പലരും ചിരിക്കുന്നവരെല്ലാം തോന്നുന്നു മുഖം കണ്ടിട്ട്. സ്വതന്ത്രം ചെയ്യണമേ. ചിരിയുടെ വാക്കിന്റെ അർത്ഥം വാക്തത്വം. ഇസഹാക്കെന്ന അബ്രഹാമിന്റെ മിസ്സിന് 100 വയസ്സുണ്ട്. ഒരു മകനെ കൊടുക്കാൻ വന്ന് ഉടനെ എന്ത് ചെയ്തു? ആ ലേഡി ചിരിച്ചു. ചിരിക്കുന്ന കൊള്ളാം, നീ വായ്ത്തത്വമായിട്ട് അവിടെ ഇറങ്ങിപ്പോകാവുള്ളൂ. ആത്മാവിൽ പുറപ്പെടാൻ പോയി. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ പോവാ. വായിച്ചു വിട്ടതാണ്, ഒന്ന് വായിച്ചേ. എസെക്കേൽ പെടുന്ന കഴിച്ച് വായിച്ചാട്ടെ. 37-ാം അധ്യായം വായിച്ച. അതിന് ദൂത് പറയാൻ വേണ്ടിയാ. യഹോവയുടെ കയ്യ് എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? ഇതുപോലെ ദാനിയേലിന്റെ മേത്ത് എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൈ വന്നു. ദാനിയേലിനെയാണോ പാസ്റ്റർക്ക് ഇഷ്ടം? രാജാവിനെയാണോ പാസ്റ്റർക്ക് ഇഷ്ടം? പ്ലീസ് പറഞ്ഞാട്ടെ. സിംഹക്കൊടി ഇടുന്ന രാജാവിനെയാണ് ഇഷ്ടം, ദാനിയേലിനെയാണോ? ഞാൻ പറയാൻ അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന രാജാവിനെയാണ്. ഞാൻ പറയാം, ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിക്കാൻ, നമ്മളെ ബന്ധിച്ചാൽ വിടുവിക്കാൻ ഒരു ദൈവം ഇറങ്ങി വരാൻ പോവാ. ദാനിയേൽ കഴിച്ച ആഹാരം എന്തറിയോ? 10 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യണം? ബന്ധക്കോസി വന്നാൽ പരിശോധനയുണ്ട്, ശവപ്പെട്ടിയുണ്ട്, ഒറ്റപ്പെടും, നടുവേദനയുണ്ട്, എല്ലാ വേദനയും വരും. അതിനടിവിൽ ഈയോ പറയാ, ഈ പൊട്ടിയെ പോലെ സംസാരിക്കരുത്, ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. എന്റെ ശരീരത്തിൽ 2 അസുഖവും ഇല്ല. ഉള്ളവർ എന്റെ കൂടെ നിന്നോ അനുഗ്രഹിക്കാൻ പോവാ. എനിക്ക് ഷുഗർ ഒട്ടുമില്ല. ഡോക്ടർ ചോദിച്ചു ശകലം പോലും ഇല്ല. എന്ത് ചെയ്യുന്നില്ല. 2 കൊഴുപ്പില്ല, കൊളസ്ട്രോൾ ഇല്ല. പിന്നെ പ്രഷർ ഒരു ശകലമേ ഉള്ളൂ. ഞാൻ ഷുഗർ ഞാൻ മാറ്റി താഴെ തോട്ടിലോട്ട് വിടാൻ പോവാ. എന്റെ ഭാര്യയ്ക്ക് 400 ചില്ലുവാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ ദേഹത്ത് നീ കയറ്റി വിടരുത്, എനിക്ക് പ്രസംഗിക്കാൻ പോകണ്ട. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവാത്മാവിൽ നിന്ന് പകൽക്കാലം ദൂത് പറയുക. എന്നെ ആത്മാവിൽ പുറപ്പെടിച്ച് ശവക്കോട്ടെ കൊണ്ടുപോയി. ആത്മാവിന്റെ ശുശ്രൂഷ ചത്ത വീട്ടില. ഈ ദിവസത്തെ കുടുംബ പ്രാർത്ഥനയെല്ലാം തീയായിട്ട് മാറാൻ പോവാ. സ്വതന്ത്രം പറ. ആയിരക്കണക്കിന് അസ്ഥി കൂമ്പാരങ്ങൾ കിടക്കുക. ഞാൻ പേര് പറയൂ, ബോബസ്. പേരാ ബോബസ്
യേശുവിനെ ഇന്ന് രാത്രി 1 മണിക്ക് ശവക്കോട്ടയം വിടാൻ പോവാം. പോവോ ഇല്ലയോ? ശ്രമിക്കാന്ന്. അവിടെ ചെല്ലുമ്പോ ഒരു അസ്ഥി കൂടെ നിങ്ങൾക്ക് പറയാ, ജെയിംസേ പ്രൈസലോടെന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ചാടും. നമ്മൾ മരിച്ചു എന്ന് കാണാനും നമുക്ക് എന്തോ ഭവിക്കുന്നത് കാണാൻ നമ്മുടെ ആൾക്കാർ നോക്കി നിൽക്കുക. നോക്കി നിൽക്കുന്ന മോശെ, നിനക്ക് ആകാരം കൊട്ടാരത്തിലാണ്. ഞാൻ വളരെ കഷ്ടത ഇറങ്ങിയ ഒരു സുവിശേഷ വേലക്കാണ്. വാച്ചാനൊക്കെ അറിയാം. എനിക്ക് കൊടുക്കാൻ മുണ്ടില്ലാത്ത ഒരാളായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി വന്ന് അവസാനം ഗതികെട്ടന്റെ വൈഫിന്റെ സാരി 2 മടക്കി ഉടുത്തി, ഒരു ഓയിൽ സാരി മുക്കി മുണ്ടായിട്ട് കൊടുത്തോണ്ട് സുവിശേഷ വേലക്ക് ഇറങ്ങിയ ആളാണ്. മേടിക്കാൻ പൈസയില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് ചിന്തിച്ച മൂത്ത മോള് ചർച്ചക്കുള്ള പാസ്റ്ററാണ്. മോള് ബാംഗ്ലൂർ. യോമോനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അവരെ എല്ലാം വളർത്തി, അവരെയൊക്കെ കെട്ടിച്ചു വിട്ടു. മക്കളെയും കെട്ടിച്ചു, കൊച്ചുമക്കളെയും കെട്ടി സ്തോത്രം ചെയ്യാകുന്നു. ഡോക്ടറോട് ചോദിച്ച ചോദ്യമാണ് മൊബൈലിൽ കാണിക്കാം. എന്റെ ഇളയ മോള് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പ്രസവിച്ച് കൈ ഡോക്ടർ എടുക്കാൻ നേരത്ത് കൈ മേപ്പോട്ട് പൊക്കി വെച്ചിരിക്കുക. കൈ താക്കുന്നതിൽ ഡോക്ടർ പറഞ്ഞു, ഒരു ദൈവദാസന്റെ കൊച്ചുമോളായിട്ടാണ് ഇന്നെ കൈ പൊക്കി താഴുന്നില്ല. എന്റെ മോല് കിടപ്പുണ്ട്. സ്വജനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുക. സ്തോത്രം ചെയ്യാകുന്നു. ഇല്ല, തലമുറയുടെ മേൽ അഭിഷേകം വരാൻ പോവാ. അങ്ങനെ അനുഗ്രഹിക്കും. എത്ര പേർക്ക് ഭക്ഷണവും ആഹാരം കൊടുത്തവരാ നിങ്ങളൊക്കെ? എത്ര പേർക്ക് ആഹാരം കൊടുത്തതാ? ദൈവദാസന്മാരെ ആദരിച്ച സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞു. ഇളയ മംഗള സ്വതന്ത്രം ചെയ്യാകുന്നു. ഒത്തിരി ദൂത് പറഞ്ഞതിനോടൊക്കെ കൊച്ചിലെ സ്വതന്ത്രം ചെയ്യാകുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന സകലരും കേട്ടോ, ഈ വർഷം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാ. കേൾക്കുന്നുണ്ടോ? പത്തായും മമ്മിയെല്ലാം അനുഗ്രഹിക്കാൻ പോവാ. പറയട്ടെ, ഏറ്റവും വലിയ ഹോള് വെക്കും. 1 കോടി ജനത്തെ തരും. സ്വതന്ത്രം ചെയ്യുന്നു. ഈ വർഷം അതിനുവേണ്ടി പാസ് ഓടിക്കൊണ്ടിരിക്കുക. മക്കളെ കെട്ടിക്കാൻ വേണ്ടി പാസ് ഓടുവാണോ? എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു സഭയ്ക്ക് വേണ്ടി ഓടുവാന്നാ പറഞ്ഞു. അപ്പൊ ഈ സഭ അടങ്കിൽ ഒറ്റ വ്യക്തികൾ പോലും റോയിച്ചാന് പ്രാർത്ഥിക്കാതിരിക്കാൻ പാടില്ല. സ്വതന്ത്രം പറഞ്ഞോട്ടെ, കാര്യം നടക്കാൻ വേണ്ടിയല്ല സ്വതന്ത്രം ചെയ്യുന്നു. വല കഴുകിയപ്പോ മനസ്സിലായി കഴുകുന്ന ആളാകുന്നു. എന്തോ കഴുകുന്ന ആടെ പടകിനകത്ത് ആര് കയറും പറഞ്ഞു. സ്വതന്ത്രം പറഞ്ഞേട്ടെ, മലയാളിയല്ലയോ? സ്വതന്ത്രം പറ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ വിദേശത്തൊക്കെ ചെല്ലുമ്പോ ഞാൻ മലയാളിയാന്ന് അറിയിക്കാൻ വേണ്ടി സ്തോത്രം പറഞ്ഞു നടക്കും. അപ്പൊ ചിലർ ചോദിക്കും, മലയാളി അല്ലയോ? അപ്പൊ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്തോത്രം പറയണം. അല്ല വല്ലതും കഴിക്കാൻ നേരത്ത് വാ ഉറക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം കണ്ട ഒരാൾ 6 പൊറോട്ട ഇങ്ങനെ ഒറ്റ പിടിക്കൽ ഇറക്കുന്നേ. സ്തോത്രം പറയുമ്പോ ഇത്രയേ ഉള്ളൂ. സ്തോത്രം പറയുന്നേ. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുക. ശൂന്യമായി കിടക്കുന്നിടത്തൊരു അത്ഭുതം ചെയ്യാൻ പോവാം. ഞാൻ തൊട്ടുതൊട്ട് വചനം പറഞ്ഞു പോവാണ്. വായിച്ച ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം. ആ വാക്യം എടുക്കണേ. 48-ന്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. 48-ാം അധ്യായം 15-ാമത്തെ വാക്യം. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. പിന്നെ അവൻ എന്ത് ചെയ്തു? യോസേഫിനെ അനുഗ്രഹിച്ചു. ഇങ്ങോട്ട് വായിക്കേ. 13 വർഷം ജയിലിൽ കിടന്നു. എത്ര വർഷം? 13 വർഷം. ചെയ്യാത്ത കുറ്റത്തിൽ പ്രതിയായി കറ്റക്കകത്തൊരു രാജാവ് ഒളിച്ചിരുന്നു. നമ്മുടെ അനുഗ്രഹം കറ്റക്കകത്തിരിക്കുക. പേരെന്തുവാ? ഞാൻ പറയാൻ പോ നാളെ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞ വിശ്വസിക്കുമോ? സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ എന്റെ മൂത്തമോടെ മോടി ചോദിച്ചു, നീ മന്ത്രിയാകും? ഞാൻ 2 പ്രാവശ്യമാവും. അവക്ക് വയസ്സ് 3-4 ഉള്ളൂ. അതുവാന്നല്ല, നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് നമ്മളാ. പൊടി കിട്ടിയപ്പോ നമ്മൾ ആരാണ് നമ്മളാ തീരുമാനിക്കുന്നത്. സ്വതന്ത്രം ചെയ്യുന്ന
എവിടെ വേണം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. മിറ്റത്ത് ഒരു ഉള്ളിവട കടയിടാം. അങ്ങനെ ഇട്ട ഒരു അനുഗ്രഹമല്ലത് നമുക്ക്. എന്റെ മക്കളും ഞാനും ഉന്നതങ്ങളിൽ അനുഗ്രഹിക്കപ്പെടാൻ പോവാം. ജോസഫിന്റെ ജീവിതത്തിൽ കഷ്ടത മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട് ഇന്ന് വരെ കഷ്ടതയാണെങ്കിൽ തമ്പുരാൻ പറയാൻ നിന്റെ തലയെ കർത്താവ് കൈവെക്കാൻ പോവാ. സഭയുടെ സ്ഥിതി മാറാൻ പോവാ. ചില കെട്ടുകളെന്ന് പകൽക്കാലം പൊട്ടു മാറാൻ പോവാ. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും അന്യവാസം പ്രാർത്ഥിക്കും. ചില ബന്ധനങ്ങൾ പൊട്ടിപ്പോകാനായി പറയുന്നത്. ചില അന്ധകാരങ്ങൾ പൊട്ടി അഴിഞ്ഞു പോട്ടെ. ചില പാരമ്പര്യങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ചില വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ചില അന്ധകാര ശക്തി അഴിഞ്ഞു മാറട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. പാസം ഒരു വാക്യം വായിച്ച അതിന്റെ വേറെ വാക്യം ഞാൻ വായിച്ചാണ്. വരുമ്പോൾ നടക്കരുത്. വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം എടുത്തോ. 32-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം ആവർത്തന പുസ്തകം 32-ന്റെ 10-ാമത്തെ വാക്യം. താൻ അവനെ മരുഭൂമിയിലും ഇനി ഓശിയാ പ്രവചനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഓശിയാ 2-ന്റെ 14. അടുത്ത ആൾ വായിച്ചോ കിട്ടിയവര്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച്. ആരാ വായിക്കുന്നത്? ഞാൻ അവളെ വശീകരിച്ച് എന്ത് ചെയ്തു? മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി നിന്റെ ജീവിതം മരുഭൂമിയാണെങ്കിൽ സംസാരിക്കാൻ ഒരാൾ ഇറങ്ങി വരാൻ പോവാ. ഒരിക്കുന്ന പലരും ചില പ്രശ്നത്തിൽ ഭാരപ്പെടുന്നുണ്ട്. പക്ഷെ അവര് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. കർത്താവേ, ഞാൻ വീട്ടിൽ ചെന്നുകൊണ്ട് എന്റെ മരുഭൂമിയുടെ അവസ്ഥ മാറണം. കൃത്യമായി സംസാരിക്കാൻ പോവാ. നീ അറിയാത്തൊരു മുന്തിരി താഴ്വര പുറകിയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ സമയമായി. ചില രോഗസൗഖ്യം ഇന്നിവിടെ നടക്കുക. ഞാൻ ആരുടെയും തലയെ തൊടുന്നില്ല. കർത്താവ് നിങ്ങളെ തൊട്ടോളും. സ്തോത്രം പറഞ്ഞാട്ടെ. വായിച്ചോട്ടെ മോനെ. വായിച്ചാട്ടെ. മറ്റേ വായിച്ചാട്ടെ. ഞാനവനെ മരുഭൂമിയിലും വശീകരണം 3-4 ഉണ്ട്. അതെല്ലാം ഇവിടെ പറയാൻ പറ്റിയല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. തമ്പുരാന്റെ വശീകരണം വേറെയാണ്. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കർത്തൃമേശയെടുത്ത് സഭയോട് ചേർന്ന് നിന്നാൽ തമ്പുരാനിന്റെ വശീകരിച്ച് സഭയ്ക്കകത്തോട്ട കേട്ടാൻ പോവാ. ചെന്ന് പറയുന്നുണ്ട്, കർത്താവെ കൃത്യമായിട്ട് എന്നോട് എന്ത് ചെയ്യണം? സംസാരിക്കാൻ പോവാ. സാമ്പത്തികപരമായി ചില വഴി തുറക്കാൻ പോവാ. അതൊരു വലിയ വിഷയമാണ്. സാമ്പത്തിക ബ്ലോക്കിടുന്ന അന്ധകാര ശക്തിയെ ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റിവിടാൻ പോവാ. നിങ്ങൾ ചിലരെ സഹായിക്കാൻ തയ്യാറായാൽ സ്വർഗം നിങ്ങളെ വാ തുറക്കും. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് രാവിലെ വൈകിട്ട് ഞായറാഴ്ച രാവിലെ 7 തൊട്ട് 10 വരെ, രാത്രി 7 തൊട്ട് 9 മണി 2 ആരാണ് ഇപ്പൊ ഞായറാഴ്ച വന്നിരിക്കുന്നത്. ഒരാൾ വെളുപ്പിന് രാവിലെ വന്ന് പറഞ്ഞു, സാറേ എനിക്ക് ഒരു 1500 രൂപ കടം തരണം. ഞാൻ ചോദിച്ചു എന്തിനാ? അരി മേടിക്കാൻ. എന്തോ? ഞാൻ 300-500 രൂപ എടുത്തോട്ട് പറഞ്ഞു, ആവശ്യമുള്ള സാധനം എന്ത് ചെയ്യണം? എന്റെ മൊത്തം 1600 രൂപയുള്ളായിരുന്നു. ഞാൻ 1500 രൂപ മനുഷ്യ കൊടുത്തോണ്ട് ഞാൻ പറയുമല്ല. കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഒറ്റ മുണ്ടെടുത്ത് ഇറങ്ങിയ ആളാണ് ഞാൻ. ഇഷ്ടം പോലെ കർത്താവ് തന്നോണ്ടാ ഞാൻ ഈ പറയുന്നത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവാ. ഞാൻ വ്യക്തമായി പറയുന്നു, ഇവിടെ നിറങ്ങുന്നതിന് മുമ്പേ ഒരു മഹാത്ഭുതം ദൈവം ചെയ്യാൻ പോവാ.
ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശം കണ്ടു. അടുത്ത വായന. കൺമണി പോലെ എന്ത് ചെയ്തു? മോൾ എന്ത് ചെയ്യും? പത്രം പറ. നീ ഏനത്തൊക്കെ അനുഗ്രഹപ്പെടാൻ പോവാ. നിങ്ങളെ കോടികൾ കർത്താവ് ഏൽപ്പിക്കും. എനിക്കൊന്നും തരണം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഒരു കാര്യം പറയാം, പാസുമ്പ പറഞ്ഞില്ല. ഈ വഴിപാടും ദശാംശവും മനഃപൂർവ്വദാനവും നിങ്ങൾ കൊടുത്ത് ശീലിക്കാമെങ്കിൽ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ പേഴ്സ് നിറയും. സ്വതന്ത്രം പറയണം, സ്വതന്ത്രം പറയണം, സ്വതന്ത്രം പറയണം. ഇന്ന് പകൽക്കാലം ദൈവം എന്നെ കാണിച്ചോണ്ടിരിക്കുക. പാപാസന്ധി കയ്യെന്ന് പൊക്കി. ദീർഘായുസ 101 വയസ്സ് കഴിഞ്ഞപ്പോ എന്താ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാട്ടെ, സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രവാചകനെ വിളിച്ചു. കോട്ടയത്ത് നിന്ന് വിളിച്ചു. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വിളിച്ചത്. കോട്ടയത്ത് നിന്ന് പുള്ളി വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴേ പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് വകയില്ല, കൊച്ചും തള്ള എന്ത് ചെയ്യും? മരിച്ചു പോകും. അങ്ങനെ തന്നെ പറഞ്ഞു. അഥവാ കിട്ടുവാണെങ്കിൽ ഒരു 1/2 കിലോ പോലും കുഞ്ഞെന്ത് ചെയ്യത്തില്ല. കുഞ്ഞ് 4 കിലോ ഉണ്ടായിരുന്നു. ചില പ്രവചനം എനിക്ക് അംഗീകരിക്കാൻ ഒക്കെ തന്നെ. ഞാനിത് പ്രവചിക്കാൻ പോവാ ദൈവസഭയോട്. ഇവിടെയിരിക്കുന്ന സകല ദൈവ ആൾക്കാരെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. മോള് പറഞ്ഞു ഒരു കുഞ്ഞ് മരിച്ചു പോയെന്ന്. അതിന്റെ പ്രയാസം അവിടെ അറിയത്തുള്ളൂ. അവർക്ക് വരുമ്പോഴേ അതിന്റെ ആഴം അറിയത്തുള്ളൂ. സ്വതന്ത്രം ചെയ്യാകുന്നു. ഇവിടെ ഇരിക്കുന്ന ആരും മരിക്കാത്ത കാരണം ദൈവത്തിന്റെ കൃപയാ. എന്റെ ചിന്ത ഇതാ, സെൻട്രൽ റോയിച്ചാൻ ശവക്കോട്ടെ പോയിരുന്നു. കാരണം ദീർഘായുസോട് ഇവിടെ ഇരുന്നോണം. കഴുകൻ തന്റെ കൂടനക്കി എന്ത് ചെയ്തു? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയമില്ലാത്തോണ്ടാ. കഴുകന്റെ കണ്ണൊരു പ്രത്യേകത. തങ്കച്ചാൻ അറിയാവോ? മോനറിയാം കഴുകന്റെ കണ്ണ് കണ്ടുണ്ടോ? കഴുകൻ ഒരിക്കലും നേരെ നോക്കിയല്ല. ഞാൻ പറഞ്ഞ കഴുകൻ കോങ്കണ്ടിയൊന്നുമല്ല. കഴുകൻ ചരിഞ്ഞേ നോക്കൂ. ഇങ്ങനെ കൈ വിടർത്തി വെക്കും. എന്നിട്ട് കോഴിക്കോടി വ്യക്തമായി കാണും. കഴുകൻ അറിയാൻ തോണ്ട് എന്നിട്ട് വന്ന് ഒറ്റ പിടുത്തുവാ. പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോകുന്ന പോലെ പലപ്പോഴും ദൈവം നിന്നെ കഴുത്ത് പിടിച്ചുയർത്തി കൊണ്ടുപോയി ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കുന്നു. ഈ കഴുകൻ മുട്ടയിട്ട് ബാബുച്ച കേൾക്കുന്നുണ്ടോ? ബാബുപാസ് കേൾക്കുന്നുണ്ടോ? കഴുകൻ മുട്ടയിട്ട് മേലെ ഒത്തിരി ഉയരങ്ങളുള്ള മുട്ടയിടുന്നേ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. പക്ഷേ കഴുകനും കാക്കേന്റെ ഒരു കളറാണെങ്കിലും പല കളറാണ്. ആവശ്യം വന്നപ്പോൾ തമ്പുരാൻ കഴുകനെയല്ല വിളിച്ച, കാക്കയെ വിളിച്ച. കാക്കയ്ക്ക് മാസ്യോത്തിന് പോയാൽ കൈ കൊടുക്കുകയല്ല. കാക്ക കറുത്തതായോണ്ട് പാസ്റ്റർമാരെ വീട്ടിൽ പോലും. പക്ഷെ കാക്കയെ തമ്പുരാൻ വിളിച്ചു ഭക്ഷണം എത്തിക്കാൻ വേണ്ടി. നിന്നെ ആരും മറന്നാലും തമ്പുരാൻ നിന്നെ മറക്കത്തെ ദൈവം പറയുക. ഞാൻ അവസാനിപ്പിക്കട്ടെ. സൺഡേ ആണല്ലോ. കഴുകൻ മുട്ടയിട്ട് കുഞ്ഞ് വിരിഞ്ഞു. കഴുകൻ മുട്ടയിട്ട് എന്ത് ചെയ്തു? അത് പറഞ്ഞ മനസ്സിലാകൂ. കുഞ്ഞെന്ത് ചെയ്തു? കുഞ്ഞ് വിരിഞ്ഞു. ഇങ്ങനെ കൂട്ടിനകത്ത് ഇരിക്കുക. മമ്മി നോത്ത് നോക്കണേ. മമ്മി ഇപ്പൊ 2-3 രോമൻ ചെറുതായിട്ട് വന്നു. ഇപ്പൊ കഴുകൻ മമ്മി കഴുകൻ കൂട് ചെറുതായിട്ട് കൊത്തി കുളിക്കുക. അപ്പൊ ഉടനെ ഈ കഴുകന്റെ കുഞ്ഞു ചോദിക്കുക, ഞാൻ ചോദിക്കുക എന്റെ മമ്മിയാണോ അല്ലയോ? മമ്മി പറഞ്ഞു, മോളെ ഡിസംബർ 4-ാം തീയതി ഞാൻ കൂട് പൊളിക്കും. അപ്പൊ ഉടനെ ചോദിച്ചു, ഞാൻ ഇങ്ങോട്ട് പോകും. നീ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, നീ എന്റെ പുറത്ത് കാണും. സ്വതന്ത്രം പറഞ്ഞാട്ടെ. കഴുകൻ കൂട് പൊളിച്ച്
ഈ കൊച്ചു കുഞ്ഞ് താഴോട്ട് പറക്കാൻ നേരത്ത് അങ്ങനെ ഒരു കുഞ്ഞിനെ വഴി ഇവനെ കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഇവൻ പകുതി വരെ ഓടും, പിന്നെ ഓടും. പക്ഷെ ഇച്ചോടെ വളർന്നവനെ പറയും, നിങ്ങൾ യഥാർത്ഥമായ ഒരു അമ്മയാണോ? ആ ചോദ്യം എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട്. ഇനി ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാം. പക്ഷേ ഈ കഴുകൻ കൂട് പൊളിച്ച് താഴോട്ട് ഈ കുഞ്ഞ് വീഴുമ്പോൾ വീണ്ടും ഈ അമ്മ കഴുകൻ അടിയിൽ കൂടെ വന്ന് കോരിയെടുത്തതുപോലെ എത്ര വട്ടം ദൈവം നിങ്ങളെ കോരിയെടുത്തു. ഞാൻ പറയാൻ പോവാ. ഈ കഴുകന്റെ ചോദ്യം അടുത്തെന്നറിയോ? മമ്മി ഇനി എന്നെ ഒന്നുകൂടെ തള്ളിയിടുവോ? അപ്പൊ മമ്മി കഴുകൻ പറഞ്ഞു, ഡിസംബർ 14 വരെ ഇങ്ങനെ പൊക്കിയും താക്കി എന്ത് ചെയ്യും? അപ്പൊ ചോദിച്ചു, എന്തുവാ? നിന്നെ ഞാൻ പഠിപ്പിക്കുവാടി പറക്കാൻ. ഈ സഭ പഠിപ്പിക്കുക പറന്നുയരാൻ. പത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ കഴുകനെ നോക്കി വേറൊരു പക്ഷി കുറ്റപ്പെടുത്തി. എന്താ വാസു പറഞ്ഞോടാ പറഞ്ഞേ? രോമങ്ങളെല്ലാം പോയി ചുമന്നിരിക്കുക. അപ്പൊ കുറെ കിളികൾ ഇങ്ങനെ പറന്നു കിടക്കുക, കഴുകനെ കളിയാക്കിക്കൊണ്ട്. കഴുകൻ പറയുക, എന്നോളം പറക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇന്ന് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഞാൻ ഇന്ന് രോഗിയാന്ന് പറഞ്ഞാലും, അടുത്ത നിമിഷം ഞാൻ കഴുകനെ പോലെ ചിറകടിച്ചു പറക്കാൻ സമയമായി. ചിറകടിക്കാൻ ഡിസംബർ മാസം തികഞ്ഞതിന് മുമ്പേ ശക്തമായ ചില ശുശ്രൂഷകളും വഴികളും ഞാൻ നിനക്ക് തുറന്നു തരും. നിന്റെ സന്തതിയെ ഞാൻ ഓർക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഏറ്റെടുത്താട്ടെ. ഞാൻ നിർത്താൻ പോവാ. സ്തോത്രം പറഞ്ഞാട്ടെ. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ഒരു സങ്കീർത്തനം വായിച്ച 132 സങ്കീർത്തനം 11 വാക്യം. ഞാൻ നിന്റെ എല്ലാവരും പറഞ്ഞേ, ഉദര ഫലത്തെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ സിംഹാസനത്തിൽ എന്ത് ചെയ്യും? ഇരുത്തുമെന്ന്. അടുത്ത വായിച്ചോ വേണം. നിങ്ങളെന്റെ മക്കളുടെ നിയമത്തെ പ്രമാണിക്കുമെങ്കിൽ ഇരിക്കുമെന്ന് ഞാൻ ദിവസം എന്ത് ചെയ്യുന്നു? ആണയിട്ട് സത്യം ചെയ്ത് പുസ്തകം കാത്തു വെച്ചാട്ടെ. ഉടമാനൊക്കെ കടക സത്യം. ചില രോഗബന്ധനം ഇവിടെ നിന്ന് അഴിയാനുണ്ട് കേട്ടോ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അത്ഭുതം പറഞ്ഞാട്ടെ. കർത്താവിന്റെ വഴി എന്ന് വാൽക്കാലം തുറക്കാൻ സമയമായി. എന്റെ അടുത്തോ യോസേഫിനെ കൈവച്ച് അനുഗ്രഹിച്ച ദൈവം സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും. തറയിൽ വീഴാൻ പറ്റാതെ പറന്നുയർത്തി നിങ്ങളെ എത്തിക്കുന്നിടത്ത് എത്തിക്കും. ഇയ്യോബിന്റെ പുസ്തകം മറക്കാതെ വായിച്ചോണം. 29 വാക്യം. നിന്റെ ദീപം എന്റെ തലയ്ക്ക് മേളിൽ പ്രകാശിക്കട്ടെ. ആ കരം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കട്ടെ. ഞാൻ കരങ്ങളിൽ താന്നിരിക്കുന്നു. ശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമയം അനുവദിച്ചാൽ പ്രാർത്ഥിക്കും. ആമേൻ.